ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, 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 பரிசுத்த ആവിയാനവരേ. ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നല്ല നാമത്തെ നന്ദി ഹൃദയത്തോടെ ഞാൻ സ്തോത്രിக்கிறேன். വിശുദ്ധ ദിവസത്തിന്റെ ഈ രാവിലെ സമയം അടിയങ്ങൾക്ക് ഈ സഭയിൽ കടന്നു വരുവാൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനോടുകൂടെ കുടുംബത്തോടുകൂടെ ദൈവസഭയോടുകൂടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധ നല്ല നാളിലെ ദൈവനാമത്തെ മഹിമപ്പെടുത്ത ഇങ്ങുള്ള സഭയോടും കൂടെ മറ്റു കുടുംബത്തോടും ദൈവ എല്ലാ ജനങ്ങളോടും കൂടെ ആരാധിക്കുക കർത്താവിന്റെ കൃപയ്ക്കാக സ്തോത്രം. ഞാൻ വലിയ സന്തോഷവാനാണ്. ரொம்ப സന്തോഷമായി இருக்கிறேன். കാരണം ഒരു തമിഴ് ചർച്ചിലെ തമിഴ് പാട്ടൊക്കെ പാടി ആരാധിക്കുക എന്ന ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. തമിഴ് ജനങ്ങളോട് കൂടെ തമിഴ് ഭാഷയിലെ പാടൽ പാടി ആരാധിച്ച് ദൈവത്തെ മഹിമപ്പെടുത്താൻ വേണ്ടി എനിക്ക് ரொம்ப നാളാണ് ഒരു ആശയായിരുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത് തെങ്കാശി GFAയുടെ തെങ്കാശി ബൈബിൾ കോളേജിലാണ്. ഞാൻ തെങ്കാശിയിലെ ഉള്ള ഗോസ്പൽ ഫോർ ഏഷ്യാവിലെ ബൈബിൾ കോളേജ് കല്ലൂരി പഠിപ്പ് പഠിത്തേ. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 250 പരം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 100 പരം തമിഴ് സ്റ്റുഡൻസ് ആയിരുന്നു. 250 മാണവர்களில் 100க்கு அதிகமான மாணவர்கள் தமிழ் ഭാഷ பேசுகிறவர்கள். അതുകൊണ്ട് ഞാൻ എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെ പഠിച്ചായിരുന്നു. எனவே நான் எழுத படிக்க வாசிக்க கற்றுக்கொண்டேன் தமிழ். നമ്മുടെ പെർഗ്മൻ സാറിന്റെ പാട്ടുകളെല്ലാം ഞാൻ ആ സ്വരത്തിൽ പാടുമായിരുന്നു. ഫാദർ പെർഗ്മൻ സാറിന്റെ പാടലിലെ അതേ തുണിയിലെ ടോണിലെ പാടുവേൻ. അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിന് വേല ചെയ്തു. அதற்கு பிறகு வட இந்தியாவுக்கு சென்று தேவனுடைய வேலையை செய்தேன். സംസാരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പേശ ഒരു ചില തടയൽ കാണപ്പെടുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു പാട്ടൊക്കെ പാടി ആരാധിക്കുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം നൽകിയത് ഓർത്ത് സ്തുതിക്കുന്നു. അനേക നാட்களானதுனால தமிழ் பேச நாள் இருக்குது. ஆனால் அநேக நாட்களாய் பாடல் பாடி ஆராதிக்க வேண்டும் என்ற ஆசை இருந்தது. இன்னைக்கு இது ரொம்ப சந்தோஷம். കഴിഞ്ഞ ദിവസം ദേവദാസന് AG ചർച്ചിലുള്ള മീറ്റിംഗിൽ വരാനിടയായി. கடந்த நாட்களில் AG சபையில் உள்ள மீட்டிங்ல தேங்க்ஸ் கிவிங் மீட்டிங்ல நாங்கள் சந்தித்தோம். അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അവരാக நாங்கள் சந்தித்து ഇന്ന് ഈ സഭയിൽ IPC ചർച്ചിനുള്ള ബന്ധത്തിൽ കടന്നു വരിക എൻ്റെ സ്വന്തം വീട്ടിൽ വന്നതുപോലെയാണ്. எனவே இந்த IPC സഭയ്ക്ക് വരുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെ എനിക്ക് ഒരു മന ഉണർവുകൾ. ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലെ ബിലാസ്പൂർ എന്ന സ്ഥലത്ത് IPC സഭയുടെ ശുശ്രൂഷകനായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഛത്തീസ്ഗഡ് മാநிலத்தில ബിലാസ്പൂർ എന്ന இடத்துல IPC സഭയുടെ ஊழியராய் நான் ஊழியம் செய்து கொண்டிருக்கிறேன். എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. മனைவி വന്നിരിക്കാங்க. 2 കുഞ്ഞുങ്ങളാണ്. എനിക്ക് 2 പിള്ളേங்க. എഫ്സിഫ എഫ്സിയോൺ 5 സ്റ്റോൺ മിനിസ്ട്രി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലും 5 സ്റ്റോൺ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജും ഉണ്ടായിരുന്നു. 5 സ്റ്റോൺ യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് കൊറോണ സമയത്ത് ഓൺലൈൻ സൺഡേ സ്കൂൾ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ്. அந்த கால கொரோனா நேரத்துல என்னுடைய பிள்ளைங்க സൺഡേ സ്കൂൾ ഓൺലൈൻ സൺഡേ സ്കൂൾ എടുത്താണ്. അങ്ങനെ കുടുംബമായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു. ഇവരാக കുടുംബமாக நாங்கள் தேவனுடைய வேலையில பிரயோஜனப்பட்டு கொண்டிருக்கிறோம். ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഏതെങ്കിലും ഒരു IPC സഭയുണ്ടോ അടുത്തെവിടെയും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ വന്നപ്പോൾ കേട്ടത് ഏதாவது IPC സഭ അരുகாமையில் இருக்குதா എന്ന് കേട്ടു. കാരണം ഞായറാഴ്ച അവിടെ ചെന്ന് ആരാധിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ஏனென்றால் ஞாயிற்றுக்கிழமை அங்கு ஆலயத்தில் போய் சென்று ஆராதிப்பது ஒரு பிரத்யேக அனுபவம். കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. கர்த்தர் கொடுத்த நல்ல தருணத்திற்காக நான் அவரை ஸ்தோத்திரிக்கிறேன். ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കണ്ണുകളെ മൂടി നാം ജപിக்கலாம். ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ നാമലേ ഒപ്പ് കൊടുப்போம் ദൈവ സമൂഹത്തിൽ. ദൈവം ആരാണെന്ന് കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ മക്കളാണ് നമ്മളെല്ലാം. கர்த்தர் யார் என்று அனுபவித்து கண்டு அறிந்த மக்கள் நாம். അവനല്ലാതെ നമുക്കൊന്നുമില്ല, അവനൊഴികെ ഒരു നന്മയുമില്ല. தேவனை அல்லாமல் ஒரு நன்மையும் இல்லை, தேவன் அல்லாமல் வேற யாரும் இல்லை. അവനാണ് നമുക്ക് സകലതുമെന്ന് നാം മനസ്സിലാക്കിയതാണ്. தேவன் தான் நமக்கு எல்லாம் என்று புரிந்து கொண்டு அனுபவித்த நமக்கு ദൈവത്തിന്റെ കരമാണെന്ന് പകൽക്കാലം നമ്മെ ഇവിടെ കൊണ്ടുവന്നു. കർത്തരുടെ കരം മാത്രമേ ഉങ്ങളെ ഇങ്ങ കൊണ്ടുവന്നിരിക്കുന്നത്. അവന്റെ കരത്തിന്റെ ആ ഫലം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകുമാറാകട്ടെ. കർത്തരുടെ വല്ലമയാണ് ക്രിയകളെ അനുഭവിക്കാൻ കർത്തർ നമുക്ക് കൃപ ചെയ്യട്ടെ. തുറന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. വായെ തുറന്ന് കർത്തരെ മഹിമപ്പെടുത്തலாம். മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം ഒരുമിച്ച്
ആത്മ ശരീരം മുഴുവതും ദൈവനെ മഹിമപ്പെടുത്തട്ടെ. എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പറയാം. കർത്താവേ എന്നോട് പേസുക എന്ന് ജപിക്കും. എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ല, எனக்கு யாரும் அறிமுகமான പക്ഷെ ദൈവത്തിന് നിങ്ങളെ എല്ലാവരെയും അടുത്തറിയുന്നു. ஆனா கர்த்தர் உங்களை எல்லாரையும் நன்றாய் നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ അടുത്തറിയുന്നു. உன் இருதயத்தை நன்கு அறிந்திருக்கிறார். നമ്മുടെ അന്തരംഗങ്ങളെ ശോധന ചെയ്തറിയുന്ന ദൈവമാണ്. உன் உள்ளத்திலே நன்கு ஆராய்ந்து அறிகிற ஒரு தெய்வம். അവനെ ഒഴിഞ്ഞ് നമുക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല. அவரை இல்லாமல் நமக்கு இருக்க முடியாது. യഹോവ എൻ്റെ ഇടയനാണ്, கர்த்தர் என் மேய்ப்பராய் இருக்கிறார், എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. நான் தாழ்ச்சி அடையேன். സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, சங்கீதக்காரன் சொல்வது போல, അതേ പണ്ടയുള്ള കഥകളെ വാസനിരിപ്പി, உயர்ந்திருங்கள். ആമേൻ. പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പി, வாசல்களே உயர்ந்திருங்கள். മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമാറാകട്ടെ. மகிமையின் ராஜாவும் பிரவேசிப்பாராக. കാലം നമ്മുടെ മധ്യത്തിൽ മഹത്വത്തിന്റെ രാജാവുണ്ട്. இந்த காலை வேளையில நம்முடைய மகத்துவத்தின் നമ്മുടെ ഇടയിൽ മഹത്വത്തിന്റെ രാജാവുണ്ട്. மத்தியில் மகிமையின் ராஜா இருக்கிறார். വിശ്വാസത്തോടെ അവന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. വിശ്വാസത്തോടെ അവർ മധ്യത്തിൽ വന്നിരിക്കുന്ന ദൈവപിള്ളയെ ഒരുമിച്ച് ദൈവനെ മഹിമപ്പെടുത്താം. ദൈവജനത്തോട് ഇടപെടുമാറാകണം, ദൈവസഭയോട് ഇടപെടുമാറാകണം എന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളോട് മനസ്സറിയണമേ, പരിശുദ്ധ പിതാവേ ഞങ്ങളോട് മനമിറങ്ങണമേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ഞങ്ങളോട് കൂടെ ഇടപെടണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമേ. தேவைகளை அறிந்து நீ கிரியை செய்வாயாக. അതേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നീ സംസാരിക്കണമേ. எனக்கு என்ன தேவை என்று அறிந்து நீ பேசுவீராக. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ജപത്തെ കേട്ടതിനായി യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. യേശുവിൻ മേന്മയായ നാമത്തിൽ. എത്ര പേര് ഇന്ന് സന്തോഷവാനാണ്? എത്ര പേര് മகிழ்ச்சியா കരങ്ങളെ இருக்காங்க? ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പോമാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് വായിച്ച സങ്കീർത്തനം 24-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. இன்று வாசித்த சங்கீதம் 24:3-4 வசனம். Psalm 24:3-4. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? யார் கர்த்தருடைய பர்வதத்தில் ஏறுவான்? யாருடைய பரிசுத்த ஸ்தலத்தில் நிலைத்திருப்பான்? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, കൈകളിൽ சுத்தம் உள்ளவனும் இருதயத்தில் மாசில்லாதவனும், വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, மாயைக்கு மனம் வைக்காதவன், കള്ള സത്യം ചെയ്യാതിരിക്കുന്നവൻ. கள்ள சத்தியம் செய்யாதிருக்கிறவன். എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? எத்தனை பேர் இந்த வசனத்தை விசுவாசிக்கிறீங்க? ദൈവാത്മാവാണ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നത്. പരിശുദ്ധ ആവിയാനവർ നമ്മോട് കൂടെ പേசுகிறார். ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മോട് ഇടപെടുകയാണ്. കർത്തരുടെ ആവിയാനവർ യഥാർത്ഥമായി നമ്മോട് കൂടെ പേசுகிறார். ദൈവിക പർവ്വതത്തിൽ കടന്നു വരുവാൻ നാം ഈ സമയത്ത് നമ്മുടെ യോഗ്യതയെ മനസ്സിലാക്കേണ്ടത് ആവശ്യം. കർത്തരുടെ സമുഖത്തേക്ക് നാം വരുവதற்கு മുൻപാக നമ്മുടെ തകുതിയെ നാം യഹോവയുടെ പർവ്വതമാണ് ഇന്ന് പകൽക്കാലം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഹോവ ദേവനുடைய പർവ്വതത്തെ നാം അനുഭവിക്കുന്നു. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. കർത്തരുടെ പ്രസന്നം എங்கே இருக்கிறதோ അங்க അത്ഭുതങ്ങൾ നடைபெறுം. മഹത്വത്തിന്റെ രാജാവാണ് അവൻ. മഹിമയുടെ രാജാ അവൻ. സേനയുടെ അധിപനാണ് അവൻ. സേനയുടെ അധിപതിയാണ്. അത് നമ്മെ നയിക്കുന്നവനാണ്. നമ്മെ നടത്തുന്നവൻ. വലിയ യുദ്ധത്തിന് വേണ്ടി നമ്മെ തയ്യാറാക്കുന്നവനാണ്. വലിയ ഒരു യുദ്ധത്തിനായി നമ്മെ തയ്യാറാക്കുന്നു. നമ്മുടെ ജീവിതത്തിന് വിരോധമായി വരുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ തകർത്ത് കളഞ്ഞ് അവൻ പൂർണ്ണമായും നമ്മെ ജയത്തോടെ നടത്തുവാൻ കഴിവുള്ള ദൈവമാണ്. வாழ்க்கையில வருகிற அந்தகார வல்லமைகளை தகர்த்தெறிந்து உன்னை வெற்றிக்கு நேராக நடத்துகிறவன். വേദനകളെ അടുത്തറിഞ്ഞവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ശരീരത്തിലുള്ള വേദനകളെ പുരിந்துകൊണ്ട് ഉനക്കാக ക്രിയ ചെയ്യുന്നവൻ. മഹത്വത്തിന്റെ രാജാ. അവൻ മഹിമയുടെ രാജാ. നമ്മളും മഹത്വത്തിലാണ് ആയിരിക്കേണ്ടതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നാമും മഹിമയിൽ இருக்க வேண்டும் என்று அவர் விரும்புகிறார். ഇരുട്ടിലിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മഹത്വത്തിലുള്ളവനെ പ്രശംസിപ്പാൻ അല്ലെങ്കിൽ അവനെ ആരാധിക്കുവാൻ കഴിയും. ഇരുട്ടാണ് வாழ்க்கை അനുഭവത്തിൽ இருக்கிறவங்களுக்கு വെളിച്ചത്തിലുള്ള ദൈവനെ ആരാധിക്കാൻ മഹിമപ്പെടുത്ത முடியாது. ഈ ലോകത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഇരുട്ട് സമ്മാനിച്ചിരിക്കാം. ഉലകത്തിലെ പെരുമ്പാലും എല്ലാവற்றிലും ഇരുളാണ് അനുഭവം. പലപ്പോഴും നിന്റെ ജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങൾ മുഴുവൻ
ഇരുട്ടെന്നുപോലെ നീ അനുഭവിച്ചതിരിക്കാം. வாழ்க்கையில எதிர்கொண்டு வருகிற எல்லாமும் இருட்டான அனுபவமாய் நீ എന്നാൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമ്പോൾ, மகிமையின் ராஜா பிரவேசிக்கும்போது നിന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറി നീ പ്രകാശമുള്ളവനായി മാറുകയാണ്. உன் வாழ்க்கையில் உள்ள இருட்டான அனுபவம் மாறி நீ வெளிச்சத்துக்குரியவனாய் மாறப் போகிறாய். കുടുംബജീവിതത്തിലാകട്ടെ, അവൻ നിന്റെ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളിലും നിന്റെ ജീവിതത്തിൽ വലിയ വെളിച്ചം പകർന്ന് അവൻ നിന്നെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ മഹത്വത്തിന്റെ രാജാവ്. உன்னுடைய குடும்ப வாழ்க்கையில் இருக்கிற இருட்டான சூழ்நிலையை மாற்றி உன்னை ஆசீர்வாதமான வெளிச்சத்திற்கு கொண்டு வருகிற தேவன் மகிமையின் ராஜா. ആ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുവാൻ നമ്മുടെ വാതിലുകളെ, ഹൃദയത്തിന്റെ വാതിലുകളെ, മനസ്സിന്റെ വാതിലുകളെ ഒന്ന് തുറക്കാം. அந்த மகிமையின் ராஜா நம்ம இதயத்தில் வசிக்கும்படியாக நம்ம இதயத்தின் கதவை திறந்து கொடுக்க. കുടുംബത്തിൽ, സഭയിൽ, ഭവനത്തിൽ, സ്കൂളില്, അവൻ ജോലി ചെയ്യുന്നിടത്ത്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കും. மகிமையின் ராஜா சபையில, குடும்பத்துல, படிக்கிற இடத்துல, வேலை பார்க்கிற இடத்துல அவர் பிரவேசிப்பாராக. ഹല്ലേലൂയ. ஹல்லேலூயா. എത്ര പേര് എന്നോട് ദൈവം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. எத்தனை பேர் ஆண்டவர் என்னோட பேசணும்னு எதிர்பார்க்கறீங்க? അതെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടാൻ நிச்சயமாக இந்த காலை வேளையில கர்த்தருடைய கிரியை உங்களுடைய இதயங்களில், குடும்பங்களில் செயல்பட போகிறது. ഒരു വാക്യം വായിക്കാം. ஒரு வசனத்தை வாசிப்போம். എസെക്കിയേൽ പുസ്തകം 9-ാം അധ്യായം 4-6 വാക്യം. எசேக்கியேல் 9-ஆம் அதிகாரம் 4-6. கர்த்தர் அவனை நோக்கி, நீ எருசலேமின் நகரம் எங்கும் உருவப்புகை, அதற்குள்ளே செய்யப்படுகிற சகல அருவருப்புகளின் நிமித்தமும் பெருமூச்சு விடுகிற பொழுது மனுஷனின் நெற்றிகளில் அடையாளம் போடு என்றார். முதியோரையும் வாலிபரையும் கன்னிகைகளையும் குழந்தைகளையும் ஸ்திரீகளையும் சங்கரித்து கொன்று போடுங்கள். அடையாளம் போடப்பட்டிருக்கிற ஒருவனையும் கிட்டாதீர்கள். என் பரிசுத்த ஸ்தலத்திலே துவங்குங்கள் என்று என் காதுகள் கேட்க சொன்னார். அப்பொழுது அவர்கள் ஆலயத்துக்கு முன்னே இந்த மூப்பரிடத்தில் துவக்கம் பண்ணினார்கள். ഹല്ലേലൂയ. നീ നഗരത്തിന്റെ നടുവിൽ, യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടെ ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്. സ്തോത്രം. ദൈവം തന്റെ നഗരത്തിൽ നെടുവീർപ്പിട്ട് കരയുന്നവരെ അന്വേഷിക്കുകയാണ്. தம்முடைய சமூகத்துல கூக்குரலிட்டு ஜெபிக்கிற ஒரு மனிதனை தேடுகிறார். ഒരു പാസ്റ്റർ ആ ദേശത്തിന്റെ കാവൽക്കാരൻ. ஒரு ஊழியக்காரன், சபையின் ஊழியக்காரன் அந்த பட்டணத்தினுடைய இடத்தினுடைய காவல்காரன். ഒരു കോളനിയില് ഒരു സെക്യൂരിറ്റിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ஒரு காலனியில ஒரு செக்யூரிட்டியை வைத்திருப்பார்கள் என்றால், ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും മാത്രമല്ല സെക്യൂരിറ്റി. செக்யூரிட்டி என்று சொல்கிறவர் வாതിൽ തുറப்பதற்கும் വാസൽ തുറப்பதற்கும் പൂട്ടുவதற்கும் മാത്രമല്ല, അതിനകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ നടന്നാൽ, അല്ലെങ്കിൽ മോഷണം നടന്നാൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് ഓടിച്ചെന്ന് ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സെക്യൂരിറ്റി. செக்யூரிட்டி என்பவர் அவங்க இருக்கிற இடத்துல, பட்டணத்துல பாதுகாப்புக்காக திருடு போனாலோ, மற்ற நஷ்டங்கள் வந்தாலோ, இழப்புகள் வந்தாலோ அதை எல்லாவற்றையும் கண்காணிக்கிறவன் சேவைக்காக. സെക്യൂരിറ്റി അറിയാതെ ഒരു കള്ളനും ഇതിനകത്ത് പ്രവേശിക്കുകയില്ല. அப்படிப்பட்ட செக்யூரிட்டி கண்காணிப்புக்கு தெரியாம ஒருவனும் உள்ள நுழைய முடியாது. അല്ല, സെക്യൂരിറ്റി അറിയാതെ ഏതെങ്കിലും കള്ളൻ കയറി മോഷ്ടിച്ചാൽ തന്നെയും അതിന്റെ ആദ്യത്തെ ഉത്തരവാദി ആരാണ്? ആ സെക്യൂരിറ്റിയാണ്. ஒருவேளை செக்யூரிட்டிக்கு தெரியாம யாராவது உள்ள வந்து ஏதாவது திருடுனா முதல் കണക്ക് കൊടുക്ക വേണ്ടിയവൻ സെക്യൂരിറ്റി. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്ത്, ഈ ദേശത്ത്, ഇതിന്റെ പേരെന്താ, ലിംഗരാജ് എന്ന സ്ഥലത്ത് എത്ര ദൈവദാസന്മാരുണ്ടോ അവരെല്ലാവരും ഈ ദേശത്തിന്റെ കാവൽക്കാരാണ്. அப்படி என்றால் இந்த லிங்கராஜபுரத்துல எத்தனை பாஸ்டர்ஸ் இருக்கிறாங்களோ அவங்க எல்லாரும் இந்த லிங்கராஜபுரத்தினுடைய செக்யூரிட்டி. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാനായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന കാവൽക്കാർ. அழிந்து போகிற ஆத்துமாக்களுக்காக திறப்பின் வாசலில் நின்று அழுது ஜெபிக்க வேண்டிய காவல்காரர், ஊழியக்காரர். അതുകൊണ്ടാണ് ആത്മാക്കളുടെ കണക്ക് ചോദിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. எனவேதான் ஆத்துமாக்களுடைய கணக்கை ஊழியக்காரத்தில் கேட்பேன் என்று தேவன் சொல்கிறார். സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ ആരെങ്കിലും ദൈവത്തെ അറിയാതെ മരിച്ചു പോയാൽ, யாராவது தேவனை அறியாமல் மரித்து போனார், ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ടും
അവൻ അറിയാത്തവരെ പോലെ ജീവിച്ചാൽ, யாராவது தேவனை அறிந்தும் அறியாதவனை போல மாதிரி இல்லாமல் வாழ்ந்தால், നമ്മുടെ ഇടയിലുള്ള ഏതെങ്കിലും ആടുകൾ തെറ്റി ഉഴന്ന് അവൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ நம்ம மத்தியில இருக்கிற ஆடுகளாகிய விசுவாசி யாராவது தவறி வழி தப்பி போயிருப்பார்கள் என்றால், ദൈവം കണക്ക് ചോദിക്കുന്നത് ദൈവദാസന്മാരോടാണ്. தேவன் கணக்கு கேட்பது சபையுடைய ஊழியக்காரரிடத்தில். അങ്ങനെയെങ്കിൽ அப்படி என்றால், ഇന്ന് ദൈവസന്നിധിയിൽ കരയുന്ന ഓരോ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവം ആഗ്രഹിക്കുകയാണ്. இந்த காலை வேளையில தேவ ஊழியர்களாக இருக்கிறவர்கள் தேவ சமூகத்தில் அழுது ஜெபித்து ஜனங்களுக்காக மன்றாட வேண்டும் என்று ദേശത്ത് മ്ലേച്ഛതകൾ വർദ്ധിക്കുകയാണ്. தேசத்தில் அருவருப்பு அதிகரிக்கிறது. ദേശത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. தேவனுக்கு இஷ்டமில்லாத காரியங்கள் ஒவ்வொரு நாளும் நடைபெற்றுக் கொண்டிருக்கிறது. അവ സകല മ്ലേച്ഛതകളെയും കാരണം ഓരോ ദൈവദാസന്മാർ വിശ്വാസികൾ നെടുവീർപ്പിടേണ്ട സമയമായിരിക്കുക. സകലവിധமான அருவருப்புகளின் நிமித்தம் தேவ ஊழியர்கள் கர்த்தருடைய சமூகத்தில் மனம் மன்றாடி அழுது ஜெபிக்க வேண்டிய அவசியம் இருக்கிறது. കരയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. இதே நேரத்துல ஆலய தேவ சமூகத்துல அழுது ஜெபிக்கிற தேவ பிள்ளைகளுக்காய் நான் தேவனை ஸ்துதிக்கிறேன். ദൈവസഭയുടെ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. தேவசபையுடைய வளர்ச்சிக்காக ஜெபிக்கிறவர்களுக்காக நான் தேவனை மகிமைப்படுத்துகிறேன். നാം ഓരോരുത്തരും കാവൽക്കാരാണ്. நாம் ஒவ்வொருவரும் காவல்காரர். നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കാവൽക്കാർ, அழிந்து போகிற விசுவாசிகளுக்காக அழுது ஜெபிக்கிற வேண்டிய காவல்காரர் நாம் அனைவரும். ഹല്ലേലൂയ. ஹல்லேலூயா. എത്ര പേർ പ്രാർത്ഥിക്കുന്നവരുണ്ട്? எத்தனை பேர் ஜெபிக்கிறவங்க இருக்கீங்க? ഓരോ നമ്മളെ അയൽവക്കക്കാരോട് പോലും സംസാരിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. இங்க இந்த பட்டணத்துல பக்கத்து வீட்டுக்காரங்கள்ட்ட கூட பேசுவது நமக்கு பிரயாசமா നമ്മുടെ இருக்கும். സഭയിൽ വരുന്നവരോട് പോലും നമ്മൾ ശരിയായ രീതിയിൽ ഇടപെടുന്നില്ല. சபைக்கு வருகிறவங்க எல்லாரிடத்திலும் நம்ம சரியாக பேசுவதும் இல்லை. ശരിയായ ഒരു മാതൃക ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പോലും ഇന്നത്തെ ആളുകൾക്ക് കഴിയുന്നില്ല. இன்று வாழ்கிற ஜனங்களுக்கு விசுவாசிகளுக்கு நல்ல ஒரு விசுவாசியான வாழ்க்கை வாழ கூட முடியாம இருக்கு. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? அப்படி இருக்கிறோம் என்றால் எப்படி நீங்க ஜெபிக்க முடியும் மற்றவர்களுக்காக? ദൈവസഭയോട് ദൈവാത്മാവ് പറയുന്നത്, இன்னைக்கு தேவ சபையோடு பரிசுத்த ஆவியானவர் சொல்லுகிறார், ഓരോരുത്തരും ദേശത്തിന്റെ കാവൽക്കാരായി മാറും. நீங்க ஒவ்வொருவரும் இந்த தேசத்தினுடைய காவலாளி, செக்யூரிட்டி. അറിയാതെ ഒരു ദേശത്ത് ഒരു അന്ധകാരത്തിന് ശക്തിയും പ്രവേശിപ്പാനിടയാകും. உங்களுக்கு தெரியாம உங்க தேசத்துல எந்த ஒரு அந்தகார சக்தியும் நுழையக்கூடாது. നിങ്ങൾ അറിയാതെ ഒരു വ്യക്തി യേശുവിനെ അറിയാതെ മരിക്കാനിടയാകരുത്. உங்களுக்கு நீங்க அறியாம இயேசுவை தெரியாம யாரும் சாக கூடாது, மரிக்க கூடாது. അവൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം ദേശത്താണ്. தேசத்துல என்ன நடக்கிறது என்பதை ஜெபிக்கும் போது பரிசுத்த ஆவியானவர் வெளிப்படுத்துவார். ഓരോ അവൻ സ്ഥലങ്ങളിലും ആമേൻ സ്തോത്രം ആരൊക്കെയുണ്ട് എന്നുള്ളത് അടുത്തറിയുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. நாம் பக்கத்துல இருக்கிறவங்க யார் யாரை வாசிக்கிறாங்க என்பதை புரிந்து கொள்ள வேண்டியது நம்மளுடைய கடமை. കണക്ക് നിങ്ങളോട് ചോദിക്കും. ஏனென்றால் கணக்கு நம்மகிட்ட கர்த்தர் നശിച്ചു கேட்பார். പോകുന്ന ആത്മാക്കളുടെ കണക്ക് നിങ്ങൾ அழிந்து போகிற ஆத்துமாக்களுடைய குறித்து கணக்கு கேட்பார். ആ മ്ലേച്ഛത നിമിത്തം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നെറ്റിയിൽ ഒരു അടയാളം വരാൻ പോകുകയാണ്. அந்த அக்கிரமத்தின் நிமித்தம் ஜெபிக்கிற ஜெப வீரருடைய நெற்றியில் ஒரு அடையாளத்தை தேவன் போடுகிறார். ആ അടയാളം സാധാരണ അടയാളമല്ല, ദൈവത്തിന്റെ ഒരു മുദ്രയാണ്. அந்த அடையாளம் சாதாரண ஒரு அடையாளம் அல்ல, அது தேவனுடைய ஒரு முத்திரையாய் இருக்கிறது. முத்திரையாய் അത് ദൈവത്തിന്റെ അത്ഭുത ചിഹ്നമായി, அது தேவனுடைய ஒரு அற்புத அடையாளம். തിരഞ്ഞെടുപ്പിനെ ഉറപ്പിക്കുന്ന അടയാളം, உன் தெரிந்தெடுப்பை உறுதிப்படுத்துகிற ஒரு அடையாளம். കരയുവാനായി നിന്നെ തെരഞ്ഞെടുക്കുന്ന കാവൽക്കാരനായി നിന്നെ നിർത്തിയിരിക്കുന്നതിന്റെ ഒരു അടയാളം. நீ ஜெபிப்பதற்காகவும் காவல்காரா இருப்பதற்கான ஒரு அடையாளத்தை கர்த்தர் கொடுக்கிறார். നെറ്റിയിൽ ദൈവം തരാൻ പോവുകയാണ്. உன் நெற்றியில் கர்த்தர் தரப்போகிறார். ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா. അതെ, നമുക്ക് നമ്മുടെ നെറ്റിയിൽ ഒരു ദൈവത്തിന്റെ അടയാളം വരട്ടെ. நம்முடைய நெற்றியில் கர்த்தர் ஒரு அடையாளத்தை வைப்பாராக. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 கொரிந்தியருக்கு எழுதிய நிருபம் 1 അധ്യായം 22 വാക്യം വായിക്കാം. 2 Corinthians 1:22. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഹല്ലേലൂയ, ஹல்லேலூயா. ദൈവം നമ്മെ മുദ്രയിട്ടത് എങ്ങനെയാണ്? கர்த்தர் நமக்கு எப்படி முத்திரை போட்டார்? ആത്മാവിന്റെ അച്ചാരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ஆவியினும் அச்சாரத்தை கொடுத்திருக்கிறார். അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മിൽ ദൈവം തന്നിരിക്കുകയാണ്. அப்படி என்றால் பரிசுத்த ஆவியானவர் என்ற முத்திரையை கர்த்தர் நமக்கு தந்திருக்கிறார். ഞങ്ങൾ ഛത്തീസ്ഗഡിലാണ് കർത്താവ്. அந்த சர்ச்சஸ் கார்ல ஊழியம் செய்றோம். നിങ്ങൾ എല്ലാവരും ഛത്തീസ്ഗഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. நீங்க எல்லாரும் சர்ச்சஸ்காரக்காக ஜெபிக்கிறீங்கன்னு எனக்கு தெரியும். ഇവിടെ കർണാടക IPC സ്റ്റേറ്റിലെ പല ദൈവദാസന്മാരെയും എനിക്കറിയാം.
IPC உள்ள கர்நாடகா எக்ஸிக்யூட்டிவ் அநேகரை எனக்கு தெரியும். ആ ദിവദാസന്മാരൊക്കെ ഛത്തീസ്ഗഡിൽ വരാറുണ്ട്. அவங்க சத்தீஸ்கருக்கு வருவாங்க. ഇവിടെ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുത്തിരുന്ന ദിവദാസന്മാരൊക്കെയാണ് ഛത്തീസ്ഗഡിനെയും സഹായിക്കുന്നത്. இங்க நமக்கு லீடர்ஷிப் கொடுத்த தேவ ஊழியர்கள் தான் சத்தீஸ்கருக்கும் உதவி செய்றாங்க. ഛത്തീസ്ഗഡിൽ ഒത്തിരി ദിവദാസന്മാരുണ്ട്. 680 പാസ്റ്റർമാരുണ്ട്. 680 പാസ്റ്റേഴ്സ് നമുക്ക് ഛത്തീസ്ഗഡിൽ இருக்கிறோம். ആ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ വളരെ പ്രതികൂലമാണ്. இப்போ மாநிலத்துல பெரிய எதிர்ப்புகள். എന്തുകൊണ്ടാണ് പ്രതികൂലം എന്ന് ഈ കർണാടകയിലെ ഇങ്ങനെ ഇരുന്ന് പറയാൻ പാടില്ല, എന്നാലും പറയുകയാണ്. இங்க இருந்து சொல்லக்கூடாதுன்னு நான் சொல்றேன். ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ எலெக்ஷன் தேர்தல் நடக்கும்போது ആരാണ് ജയിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. யாரு வெற்றி பெறுவாங்க என்று உங்களுக்கு தெரியும். ജയിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയാം. எப்படி வெற்றி பெறுகிறார்கள் என்றும் தெரியும். ജയിച്ചു വന്നവര് അവർക്ക് യഥാർത്ഥ കണക്കറിയാവുന്നത് കൊണ്ട് അവർ അന്വേഷിച്ചു. യഥാർത്ഥ കണക്ക് വെച്ച് നമ്മൾ തോറ്റിരിക്കുകയാണ്. ആ തോറ്റ കാരണം എന്താണെന്ന് അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് കാരണം മനസ്സിലായത് എല്ലാ ഗ്രാമങ്ങളിലും 40% ക്രിസ്ത്യാനികളാണ്. இப்படி வெற்றி பெற்று வரும்போது வெற்றி பெறுகிறவர்களுக்கும் தெரியும், தோற்றவர்களுக்கும் தெரியும் எதனால என்று. அப்படி கணக்கு பார்த்து வரும்போது 40% அதிகமான ஜனங்கள் கிறிஸ்தவர்களா இருக்கிறாங்க. அவங்களுடைய ஓட்டு கிடைக்காதுன்னா ഛത്തീസ്ഗഡിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും 40% ക്രിസ്ത്യാനികളാണ്. சத்தீஸ்கர் மாநிலத்துல எல்லா கிராமத்திலும் 40% தேவ பிள்ளைகள் விசுவாசி. എന്നാൽ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2.5 ഛത്തീസ്ഗഡില് 2.5% ആണ് ക്രിസ്ത്യാനികൾ. இந்திய கணக்கெடுப்பின் பிரகாரம் 2.5% சத்தீஸ்கருடைய கணக்கு பிரகாரம் 2.5% മാത്രം ക്രിസ്തവർ. അത്രമാത്രമുള്ള ക്രിസ്ത്യാനികൾ. அவ்வளவு மாத்திரம் சிறிய கொஞ்சம். പക്ഷേ എല്ലാ ഗ്രാമങ്ങളിലും ക്രിസ്ത്യാനികളായി മാറി. ஆனா எல்லா கிராமத்திலும் தேவ பிள்ளைகள் மாறி இருக்கிறாங்க. എല്ലാ വീടുകളിലും ആരാധന തുടങ്ങി. எல்லா வீடுகளிலும் ஆராதனை தொடங்கப்பட்டிருக்கிறது. അപ്പൊ അവർക്ക് മനസ്സിലായി യഥാർത്ഥ വോട്ടിട്ടാൽ നമ്മൾ തോറ്റുപോകും. உண்மையான தேர்தல் நடத்தினா நாம தோற்று போனோம் உங்களுக்கு தெரியும். അതുകൊണ്ട് ഈ 40% ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനായിട്ടാണ് ഛത്തീസ്ഗഡിൽ പ്രതികൂലത ആരംഭിച്ചത്. எனவே ஏன் உபத்திரம் வருகிறது என்றால் இந்த 40% கிறிஸ்தவர்கள் இல்லாம இருக்கணும், அவங்க ஓட்டு போடுற தகுதியா இருக்கக்கூடாது, உயிரோடு இருக்கக்கூடாது என்றதான போராட்டம். കഴിഞ്ഞ ഒരു വർഷമായി അവർ വളരെ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നു. கடந்த வருஷத்துல கடுமையான சோதனைகளை கொண்டு வந்தாங்க. ഒത്തിരി ദേവദാസന്മാരെ ജയിലിട്ടു. அநேக தேவ ஊழியர்களை சிறையிலிட்டாங்க. ഹൗസ് ചർച്ചുകളെല്ലാം ബാൻ ചെയ്തു. வீட்டு സഭയിലെല്ലാം തടയപ്പെടുത്തപ്പെട്ടു. ഒരു ഉപവാസ പ്രാർത്ഥനയോ കുടുംബ പ്രാർത്ഥനയോ ഒന്നും നടത്താൻ പറ്റില്ല. ഉപവാസ ജപം വീട്ടു ജപം ഒന്നും പെട്ടെന്ന് തന്നെ പോലീസ് വരും, FIR ഇടും, അവരെ ജയിലിടും. അതുവായി ആരെങ്കിലും വീട്ടിൽ ജപം നടത്തുന്ന പോലീസ് വരുവാர்கள், FIR ഇട്ട് അവരെ ഒരു വർഷം വളരെ പ്രതികൂലം ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നു. கடந்த ஒரு வருஷம் வெகு கடினமான உபத்திரத்தை கொண்டு வந்தாங்க. പക്ഷെ ആ ഉപദ്രവമെല്ലാം അഡ്വർടൈസ്മെന്റ് ആയി മാറി. ஹalleluya. அந்த உபத்திரவம் எல்லாம் எங்க சபைக்கு ஒரு அட்வர்டைஸ்மென்ட்டாக மாறிவிட்டது. ദേശത്ത് പിന്നെയും പിന്നെയും ആത്മാക്കൾ വരാൻ തുടങ്ങി. இதற்கு பிறகு சபைகள் அநேகர் சபையில சேர்க்கப்பட்டாங்க. എന്റെ ചർച്ചില് 76 ഫാമിലിയാണുള്ളത്. என்னுடைய சபையில 76 குடும்பங்கள் இருக்கிறாங்க. 200 പേരെ ആളുകള് ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വരും. ஒரு ஞாயிற்றுக்கிழமையில 200க்கு 200+ விசுவாசிகள் வருவாங்க. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് പോലും അറിയാത്ത ആളുകൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. இப்போ நான் என் சபையில பார்க்கும்போது 200+ அல்ல, அதற்கு மேல எனக்கு அறிமுகமில்லாத अनेक പുതിയ ആത്മാക്കൾ വരുகிறாங்க. ഞാൻ അവരോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത്? நான் அவங்கள்ட்ட கேட்பேன், நீங்க எப்படி வந்தீங்க? അപ്പൊ അവർ പറഞ്ഞു, आप लोग चंगा प्रार्थना करेगा तो चंगाई मिल जाएगा. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ടിവിയിലൊക്കെ വരാറുണ്ട്. நீங்க ஜெபித்தால சுகமாகுது அப்படினு நியூஸ் சொல்றாங்க, அதை கேட்டு வருகிறோம். നിങ്ങളെ ഇത് മതപരിവർത്തനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. நீங்க மதம் மாற்றுவீங்கன்னு தான் எல்லாரும் சொல்றாங்க. പക്ഷെ സൗഖ്യം കിട്ടുമെങ്കിൽ അതെനിക്ക് ലാഭമല്ലേ? அப்படி மதம் மாற்றினாலும் சுகம் கிடைத்தா அது எனக்கு லாபம் தானே, அதனால வருகிறோம். ആ സൗഖ്യത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. அந்த சுகத்துக்காக நான் வருகிறேன். അപ്പൊ പ്രതികൂലം എന്തായി മാറി? எதிர்ப்புகள் என்னவாய் மாறினது? നമുക്ക് അഡ്വർടൈസ്മെന്റ് ആയി. நமக்கு ஒரு நல்ல ஒரு அறிவிப்பாய் மாறிவிட்டது. എല്ലാം ദൈവം ചെയ്യുന്ന അത്ഭുതം. எல்லாம் கர்த்தர் செய்கிற അത്ഭുതങ്ങൾ. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. 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 ഞാൻ 27 വർഷമായിട്ട് ഹിന്ദിയിൽ ശുശ്രൂഷിക്കുന്നു. 27 வருடங்களாக ഹിന്ദിയിൽ பேசுகிறேன். ഹിന്ദിയിൽ മലയാളത്തിൽ പ്രസംഗിക്കാൻ അറിയില്ല. മലയാളത്തിൽ പ്രസംഗിപ്പതില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നത്. ഇங்க வந்துட்டு தான் நான் மலையாளத்துல பேசுறேன். കേരളത്തിൽ പോകുമ്പോൾ ഞാൻ
ഒരു പ്രാവശ്യം എനിക്ക് വർഷത്തിലോ അല്ലെങ്കിൽ 2 പ്രാവശ്യം പ്രസംഗിക്കാൻ കിട്ടും. വർഷത്തിലോ എപ്പോഴോ ഒരു മുറ 2 മുറ മലയാളത്തിൽ പ്രസംഗിക്കാൻ ചാൻസ് കഴിയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രമാത്രം പ്രാർത്ഥിക്കർത്താവേ എന്നോട് സംസാരിക്കണം. நான் பேசிக்கும் போது நீங்க ஜெபத்தோட இருங்க. தேவனே என்னோடு கூட பேசணும். നിങ്ങൾ എല്ലാവരും ഛത്തീസ്ഗഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. எல்லாரும் சத்தீஸ்கடுக்காக ஜெபிக்கணும். ഛത്തീസ്ഗഡിൽ വലിയൊരു ഉണർവ് ദൈവം വരുത്താൻ പോകുകയാണ്. சத்தீஸ்கட் மாநிலத்தில் கர்த்தர் பெரிய காரியங்களை പ്രതികൂലം എവിടെയാണോ അവിടെ വളർച്ചയുണ്ട്. எதிர்ப்புகள் எங்கே இருக்கிறதோ அங்க வளர்ச்சி இருக்கு. കർണാടകയിലും പ്രതികൂലം ഒത്തിരി ഉണ്ടായിരുന്നു. കർണാടകയിലും എതിർപ്പുകൾ இருக்கிறது. ആര് പ്രതികൂലത്തിന് കാരണമായോ അവരെല്ലാം ദൈവം യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. யாரு எதிர்ப்புக்கு காரணமானாலும் கர்த்தர் அவர்களை தோற்கடிப்பார். വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. விசுவாசத்தோடு நீங்கள் ஜெபிக்க வேண்டும். ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ സാധാരണപ്പെട്ടവരല്ല. நாம் ஒரு சாதாரணவர்கள் அல்ல. നമ്മൾ മുദ്രയിടപ്പെട്ടവരാണ്. நாம் മുദ്രയിടപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. നമ്മൾ നമ്മെ തന്നെ സാധാരണക്കാരെ കാണുന്നതാണ് പ്രശ്നം. നാം നമ്മെ സാധാരണക്കാരായി എണ്ണുகிறோம். നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. ആമേൻ. നാം സാധാരണവരല്ല, മാറാതെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. Hebrews chapter 1 verse 3. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായ ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അവൻ യേശുവിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു യോഗ്യത പ്രമാണപത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവെ കുറിച്ചതാണ് തകുതിയുള്ള ഒരു പ്രമാണ പത്രം അടയാളം சொல்லப்பட்டிருக்கு. അവൻ തേജസ്സിന്റെ പ്രഭയാണ്. അവർ മഹിമയിൻ പ്രകാശം. തത്വത്തിന്റെ മുദ്രയാണ്. അവർ അടയാളത്തിന്റെ സകലത്തെയും തന്റെ വചനത്തിന്റെ ശക്തിയാൽ വഹിക്കുന്നവനാണ്. സർവ്വത്തെയും തമ്മുடைய വല്ലമയുള്ള വചനത്തിനാൽ താങ്ങുகிறார். പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം പാപത്തെ നീക്കി ശുദ്ധീകരിക്കാൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനാണ്. മഹത്വമാനവരുടെ വലതുപാർശ്വത്തിൽ ഉட்கார்ந்திருக்கிறார். ആ കർത്താവാണ് നമ്മെ മുദ്രയിടുന്നത്. அந்த இயேசுவே നമ്മെ മുദ്രയിടുന്നത്. അവൻ പോകുന്നതിന് മുമ്പായി ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോകുന്നത് നിനക്ക് വളരെ പ്രയോജനമാണ്. That Jesus has sealed us and he said, நான் உங்களுக்காக எல்லாவற்றையும் ഞാൻ നിനക്ക് വേണ്ടി ഒരു സഹായകനെ അയക്കും. நான் உங்களுக்காக comforters അനുപ്പുവേൻ. ആ പരിശുദ്ധാത്മാവെന്ന സഹായകനാണ് നമ്മൾക്ക് നമ്മുടെ മധ്യത്തിൽ ഉള്ളത്. പരിശുദ്ധ ആവി എന്ന തേജസ്വാലൻ ഉങ്ങളോട് കൂടെ ഇരിக்கிறார், ഉന്നോട് കൂടെ இருப்பார். ആ യേശു എന്ന ശക്തി, அந்த இயேசு என்ற வல்லமை, ആ യേശു എന്ന അനുഗ്രഹം, இயேசு என்ற ஆசீர்வாதம் എന്ന് നമ്മുടെ മധ്യത്തിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. ഹല്ലേലൂയ. ശത്രു പലപ്പോഴായി നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. ശത്രുവായ പിശാച് അനേക മുறை നമ്മുടെ ആശീർവാദത്തെ അവൻ പറിച്ചുകൊള്ളും. നമ്മൾ നിരാശരായി തീർന്നിട്ടുണ്ട്. നാം അപാരക സോർന്നു പോയി കാണപ്പെടുന്നു. ഇനിയും ഒരു ഉയർച്ചയില്ലെന്ന് നാം പിറുപിറുത്തിട്ടുണ്ട്. அந்த തകർച്ച നിമിത്തം ഇനി ഞാൻ ഉയർവതില്ല എന്ന് സോർന്നു. അനുഗ്രഹം കിട്ടിയിട്ടും കിട്ടിയില്ല എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. ആശീർവാദത്തെ പെറ്റുകൊണ്ടു എനിക്ക് ആശീർവദിക്കപ്പെട്ടവനല്ല എന്ന് சொல்லுகிறோம். ഇസ്രായേൽ മക്കൾ തന്റെ യാത്രയിൽ മന്ന കിട്ടിയിട്ടും വിശപ്പടങ്ങാത്തവരെ പോലെ പിറുപിറുത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങളുടെ வாழ்க்கையில മന്ന கிடைத்திട്ടും அவங்க മന്ന കെച്ച നന്ദിയുള്ളവരാ ഇല്ലാமல் മുറുമുറുത്തു കൊണ്ട് ആ ഒരു പിറുപിറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ வாழ்க்கையில் இப்படிப்பட்டதான മുറുമുറുപ്പാன അനുഭവം വന്നില്ലയാ? എന്തുകൊണ്ടാണ് ആ പിറുപിറുപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നത്? ഏൻ வாழ்க்கையில മുറുമുറുക്കുന്ന അനുഭവം இருக்கிறது? എനിക്ക് ദൈവം തന്ന അനുഗ്രഹം പോരാ എന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. മുറുമുറുപ്പதற்கு காரணம் என்னவென்றால் கர்த்தர் கொடுத்த ஆசீர்வாதத்தை பெற்றுக்கொண்டும் இது எனக்கு போதாது என்று எண்ணம் வரும்போது நீ தேவனிடத்தில் പോരാ എന്നുള്ള തോന്നൽ നിന്റെ ജീവിതത്തിൽ വന്നത് എന്തുകൊണ്ട്? ഏൻ வாழ்க்கையில பற்றாக்குறை எண்ணம் வந்தது? നീ ദൈവത്തിന്റെ അനുഗ്രഹം ലോകത്തിന്റെ നന്മയുമായിട്ട് തൂക്കി നോക്കി. നീ தேவனிடத்திலிருந்து பெற்ற நன்மையை உலகத்துல உள்ள ஆசீர்வாதத்தோடு ஒப்பிட்டு பார்த்ததனால உனக்கு அது ദൈവം തരുന്ന അനുഗ്രഹം ലോകത്തിന്റെ അനുഗ്രഹവുമായി ഒരിക്കലും സാമ്യമുള്ളതല്ല. கர்த்தர் கொடுக்கிற ஆசீர்வாதம் உலகத்தின் நன்மைக்கு சமமாய் அது ஒரு நாளும் வராது. ലോകത്തിൽ ചിലപ്പോൾ നിനക്ക് നല്ല ജോലിയായിട്ടായിരിക്കും അനുഗ്രഹം തരുന്നത്. உனக்கு உலகத்தில் நல்ல ஒரு வேலை ஒரு ஆசீர்வாதமாய் கிடைத்திருக்கலாம். ലോകം നിനക്ക് വലിയ പദവി തന്നിരിക്കാം. உலகத்துல உனக்கு நல்ல பதவிக்கு பெற்றிருக்கலாம். ലോകം നിന്നെ വലിയ മഹാനാക്കി മാറ്റാൻ നോക്കിയിരിക്കാം. உலகத்துல உனக்கு பெரிய ஆளாய் மாற்ற முயற்சி
முயற்சித்திருக்கலாம். ലോകം നിന്നെ എത്ര ഉയർത്തുന്നു അത്രയോളം നിന്നെ താത്തിയിടുവാനും ലോകത്തിന് കഴിയും. உங்க உலகம் உன்னை எவ்வளவு உயர்த்துகிறதோ அவ்வளவு அளவு உனக்கு தாழ்த்தி கீழே தள்ள முடியும். ഇന്ന് നിനക്ക് ജോലി തന്നിട്ട് നാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ലോകത്തിന് കഴിയും. இன்னைக்கு உலகத்துல உனக்கு வேலை கொடுத்துட்டு நாளைக்கு உன்னை வேலையில இருந்து விட்டு தள்ள ഒരു முடியும். നല്ല പദവി തന്നിട്ട് നാളെ ആ പദവിയിൽ നിന്ന് നിന്നെ വലിച്ചു മാറ്റാൻ ലോകത്തിന് കഴിയും. உங்களுக்கு நல்ல ஒரு போஸ்டிங் கொடுத்துட்டு நாளைக்கு அந்த போஸ்டிங்கை டீப்ரோமோட் பண்ண உலகத்துல ദൈവം തരുന്ന നന്മ എന്നേക്കുമുള്ള നന്മ. ஹalleluya. நான் கர்த்தராகிய இயேசு தருகிற ஆசீர்வாத நன்மை forever and ever உன் வாழ்க்கையில இருக்கும். അവൻ തത്വത്തിന്റെ മുദ്രയുള്ളവനാണ്. ஏனென்றால் அவர் சர்வ அதிகாரம் உள்ள തന്ന അനുഗ്രഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. தேவன் தருகிற நன்மை ஒருபொழுதும் அழிந்து അവൻ போகாது. തന്ന പദവി നമ്മുടെ നഷ്ടപ്പെട്ടു പോകുകയില്ല. அவர் கொடுக்கிற பதவி நமக்கு ஒரு நாளும் நஷ்டமாகாது. അതുകൊണ്ട് ഈ ലോകത്തിന്റെ നന്മയുമായി നമുക്ക് തൂക്കി നോക്കരുത്. எனவே உலக ஆசீர்வாதத்தோடு தேவனுடைய ஆசீர்வாதத்தை ஒப்பிட்டு பார்க்க முயற்சிக்காத. നമ്മളെപ്പോഴും ലോകത്തിന്റെ ആ അനുഗ്രഹമായിട്ട് നമ്മിങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. அநேக நேரம் விசுவாசிகளா இருக்கிற நாம் தேவ நன்மைகளை ஆசீர்வாதங்களை உலகத்தோடு கூட ஒப்பிட்டு பார்த்து சோர்ந்து போய் என்ன முறைமுறுக்கிறேன். ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ലഭിക്കില്ല, അന്യജാതിയായിരിക്കുന്ന അവന് ലഭിക്കും. வேலைக்கு அப்ளிகேஷன் கொடுக்கும்போது ஜெபிக்கிற விசுவாசத்துல இருக்கிற எனக்கு வேலை கிடைக்கல, அந்நிய ஆராதனையா இருக்கிற அவனுக்கு வேலை கிடைக்கல. എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമ്മുടെ ഒരു ഓഫീസിൽ പോയാൽ ആ പ്രാർത്ഥിക്കുന്ന എനിക്ക് കിട്ടത്തില്ല, എന്റെ കാര്യം കേൾക്കാൻ ആരുമില്ല, എന്നാല് മറ്റുള്ളവന് കിട്ടും. ஜெபிக்கிற உங்களுக்கு நீங்க அலுவலகத்துக்கு ஏதாவது ஒரு வேலை காரியமா போகும்போது உங்களுக்கு அது வெற்றியாய் மாறல, ஜெபிக்காத தேவனை அறியாதவனுக்கு வெற்றியாய் மாறலாம். പലപ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? நம்மளுடைய வாழ்க்கையில் அப்படி நடக்கவில்லையா? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ഈ ലോകത്തിൽ എനിക്കൊരു നന്മയില്ലല്ലോ? நீங்க அப்படி நினைத்திருக்கலாம், நான் ஜெபித்துட்டும் எனக்கு வெற்றி கிடைக்கல, எனக்கு நன்மையா மாறலையே. ദൈവത്തെ അറിയാത്തവന് എത്ര ഗുണമാണ് കിട്ടുന്നത്. கர்த்தரை ஆராதிக்காத அவிசுவாசிகளுக்கு எவ்வளவு நன்மை கிடைக்கிறது என்று நினைக்கிறேன். നല്ല നല്ല കാറിലാണ് അവർ യാത്ര ചെയ്യുന്നത്. அப்படியே விசுவாசியா இல்லாதவங்க நல்ல சுகமான யாத்திரை செய்கிறாங்க. അത്ര വലിയ സമ്പത്താണ് അവർക്കുള്ളത്. அவங்களுக்கு எவ்வளவு திரளான ஆஸ்தி இருக்கிறது. നല്ല നല്ല എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണല്ലോ. இந்த உலகத்துல எல்லாமும் அவங்க கையில அல்லவா இருக்கிறது. പ്രിയപ്പെട്ടവരെ, அன்பானவர்களே, ലോകത്തിന്റെ നന്മ നമുക്കൊന്നുമില്ലല്ലോ. உலகத்தினுடைய நன்மை நமக்கு இல்லாம இருந்தாலும் മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ അടുക്കൽ, மகத்துவத்தின் ராஜாவாகிய இயேசு நம்மோடு கூட இருக்கிறார். അവനൊന്ന് കൽപ്പിച്ചാൽ, அவர் ஒரு முறை சொல்லினால், അവനൊന്ന് കൽപ്പിച്ചാൽ அவர் சொன்னால் നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. நம்முடைய வாழ்க்கையில் மாற்றங்கள் வரும். കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ஹalleluya, ஹalleluya. ഹല്ലേലൂയ. Yes. യേശു ആരാണ്? இயேசு கிறிஸ்துயா തത്വത്തിന്റെ മുദ്ര, മഹത്വത്തിന്റെ പ്രഭ, அவர் மகிமையின் பிரகாசம் സ്വരൂപവുമായി இருக்கிறார். തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. மகிமையின் பிரகாசம், தன்மையின் சொரூபம், சகலத்தையும் தாங்குகிறவர். അവനൊന്ന് കൽപ്പിച്ചാലെല്ലാം നടക്കും. அந்த இயேசு ஒன்னு சொன்னால் உன் வாழ்க்கையில நிறைவேறும். നമ്മുടെ ജീവിതത്തെ കുറിച്ച് യേശുവിന് എന്തോ പറയാനുണ്ട്. உன்னுடைய வாழ்க்கையில இயேசு ஏதோ சொல்ல എത്ര விரும்புகிறார். പേര് വിശ്വസിക്കുന്നു യേശുവിന് എന്തോ എന്നോട് പറയാൻ? இயேசு என்ன வாழ்க்கையில என்ன சொல்ல இருக்குதுன்னு எத்தனை பேர் எதிர்பார்க்கறீங்க? ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. ஹalleluya. ഞാൻ സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷമായി. நான் சுவிசேஷ ஊழியத்துக்காக தொடங்கி 30 வருடங்கள் நடக்கிறது. ചെറുപ്പത്തില് ഒരു കോളറ എന്നൊരു അസുഖം വന്നു. காலரான்னு சொல்லுவாங்க தமிழ்ல. அந்த வியாதி சிறு வயதில எனக்கு வந்தது. ആ കോളറ എന്ന അസുഖത്തില് ആ സമയത്ത് ഈ നമ്മുടെ കൊറോണ വന്നതുപോലെയായിരുന്നു ഒരു സമയത്ത് കോളറ വന്നത്. காலரா என்று சொல்லுகிற 40 வருஷங்களுக்கு முன்பாக கொரோனா என்று சொல்லப்பட்ட ஒரு வியாதி போல அது ஒரு வியாதியா இருந்தது. കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരുന്നത്. கூடுதலாக சிறு பிள்ளைகள் அதனால பாதிக்கப்பட்டு மரித்து இறப்பாங்க. എൻ്റെ ജീവിതത്തിൽ ആ കോളറ വന്നപ്പോ എൻ്റെ പിതാവ് എന്നെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചില്ല. எனக்கு அந்த வியாதி வந்தப்போ என் தகப்பனார் என்னை ஹாஸ்பிட்டலுக்கு கொண்டு போக முயற்சிக்கல, ட்ரை பண்ணாங்க. കാരണം മർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്ത് സഭയിലേക്ക് വന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. எங்களுடைய குடும்பத்தினர் மார்த்தோமா கிறிஸ்தவத்திலிருந்து பெண்டெகோஸ்டல் கிறிஸ்டியானிட்டிக்கு வந்தவங்க. അപ്പം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നപ്പോ പപ്പായ്ക്കൊരു ആ വിശ്വാസം, പ്രാർത്ഥിച്ചാൽ മാറും. அப்பாவுக்கு ஜெபித்தால் சுகமாகும் என்ற ஒரு விசுவாசம் இருந்தது. ഏറ്റവും വിരോധമായി നിന്നത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ പപ്പായുടെ ഭവനത്തിലുള്ള ആളുകളാണ്. எங்களுடைய வாழ்க்கை நாங்கள் இந்த பெண்டெகோஸ்ட் அனுபவத்துக்கு வந்தது மிகவும் எதிர்ப்பா இருந்தது அப்பாவுடைய குடும்பத்தார். പ്രാർത്ഥിച്ച് കൊല്ലുന്നവരാണെന്നും ആഭരണം ഊരിപ്പിക്കുന്നവരുമാണെന്നും പറഞ്ഞ് ആരോപണം ഉണ്ടാക്കി. எங்க அப்பாவுடைய வீட்டத்தார் இவங்க ஜெபித்து சாகடிக்கிறாங்க, ஆபரணங்கள்
நகைகளை எடுத்துட்டாங்க என்று சொல்லி எங்களுக்காக கூக்குரல் இடுறாங்க. ഈ കുഞ്ഞ് കോളറ വന്ന് മരിച്ചാൽ ഈ വീടിനെ ചുട്ടുകരിക്കുമെന്ന് എന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു. ஒருவேளை எங்க அப்பா நம்ம சொன்னது, இந்த குழந்தை நீங்க மருத்துவம் எடுக்காம ஜெபித்து ஒருவேளை இறந்து போனா உங்க வீடை நாங்க வந்து ஃபயர் தீ வச்சிடுவோம். എന്റെ പപ്പ വളരെ ഭാരപ്പെട്ടു. அந்த வார்த்தையை கேட்டப்போ என் தகப்பனார் மிகவும் சோர்ந்து போனார். പപ്പ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന എന്റെ മകൻ സൗഖ്യമാകും, நான் விசுவாசிக்கிறேன் என் மகன் சுகமாவான் என்று அவர் விசுவாச அறிக்கை செய்தார். പക്ഷെ ഭവനക്കാര് ദേശക്കാരെ കൂട്ടിക്കൊണ്ടു വന്ന് വലിയ പ്രശ്നമുണ്ടാക്കി. ஆனா குடும்பத்தார் ஊர்க்காரர்களை கொண்டு வந்து பெரிய பிரச்சனை உண்டாக்குனாங்க. ഞാൻ മരിച്ചവനെ പോലെ കിടക്കുകയാണ്. நானும் சிறு வயதா இருக்கும்போது மரித்தவனை போல் கிடந்தேன். എന്നെ തോളിലിട്ടുകൊണ്ട് എന്റെ പപ്പ മറ്റുള്ളവരുടെ നിർബന്ധപൂർവ്വം തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. என் தகப்பனார் மற்ற ஜனங்களுடைய வலு கட்டாயத்தின் நிமித்தம் என்னை தோளில் போட்டுக்கொண்டு திருச்சூர்ல உள்ள கவர்மெண்ட் ஆஸ்பத்திரிக்கு கொண்டு போனாங்க. തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്റെ പപ്പ വളരെ ക്ഷീണിതനായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറി. எங்க அப்பா திருச்சூர் மிஷன் ஹாஸ்பிடல்ல கொண்டு போனப்போ ரொம்ப சோர்வா இருந்ததுனால ஒரு கிளாஸ் தண்ணீர் குடிக்கலாம் என்று கிடையாது. ഹോട്ടലുകാരൻ പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചു പോയല്ലോ. அந்த ஹோட்டல்ல இருந்தவங்க சொன்னாங்க, இந்த குழந்தை மரித்து നീ போயிட்டு പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. குழந்தை இறந்து போனதுனால நீங்க இருக்க வேண்டாம், சீக்கிரம் போன்னு சொன்னாங்க. ആശുപത്രി കൊണ്ട് കൊടുത്തു. ஹாஸ்பிடல்ல கொண்டு போய் சம்பரிப்பு கொடுத்தாங்க. ആശുപത്രിക്കാരൻ പറഞ്ഞു, കുഞ്ഞ് മരിച്ചു. ஹாஸ்பிடல்ல உள்ளவங்க சொன்னாங்க, இந்த குழந்தை இறந்து போனது. എന്റെ പപ്പ നിലവിളിച്ചു പറഞ്ഞു, യേശുവേ, ഈ കുഞ്ഞ് മരിച്ചാൽ നിന്റെ നാമം ദൂഷിക്കപ്പെടും. எங்க அப்பா கூக்குரலிட்டு சொன்னார், இயேசுவே, ஒருவேளை இந்த குழந்தை இறந்து போனால் உம்முடைய നാമം ദൂഷിക്കപ്പെടും. കാരണം എന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറഞ്ഞത് ഈ കുഞ്ഞ് മരിച്ചാൽ ഞങ്ങളെ ചുട്ടുകരിക്കുമെന്നാണ്. எங்க வீட்டாரும் ஊராரும் சொன்னாங்க, இந்த குழந்தை மரித்து போனால் உங்க വീട് நாங்க தீ வைப்போம் என்று ഈ சொல்லி. കുഞ്ഞിനെ സൗഖ്യത്തോടെ കിട്ടുന്നത് നിന്റെ നാമത്തിന് കാരണമായി തീരും. ஆண்டவரே, இந்த குழந்தை சுகமா இருந்தா உம்முடைய நாமம் மகிமைக்காகவும் தூஷிக்கப்பட இடலாகாது என்று சொன்னார். പക്ഷെ ഡോക്ടർ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. ஆனா மருத்துவ சர்டிபிகேட் எழுதி கொடுத்தாங்க, മരിച്ചുപോയി. மரித்து போய்விட்டான். എന്റെ പപ്പ ഭ്രാന്തനെ പോലെ കരയാൻ തുടങ്ങി. என் தகப்பனார் ஒரு பைத்தியக்காரனை போல ஜெபிக்கிறார். സഭക്കാരും വന്നു പപ്പയെ ആശ്വസിപ്പിക്കുകയാണ്. என்னுடைய சபை விசுவாசிகள் வந்து என் தகப்பனை ஆறுதல் படுத்துகிறார்கள். എന്റെ പപ്പ എന്റെ സഭക്കാർ വിചാരിച്ചു ചിലപ്പോൾ എന്റെ പപ്പയ്ക്ക് മാനസികമായിട്ട് രോഗം വന്നിട്ടുണ്ട്. இந்த குழந்தை இறந்ததுனால இவருக்கு மனரீதியான வியாதி வந்திருக்கிறது என்று என்னுடைய சபை ഭ്രാന്തനെ പോലെ കരയുകയാണ്. ஏனென்றால் ஒரு பைத்தியக்காரனை போல ஜெபிக்கிறார். മരിച്ചുപോയ ഒരു കൊച്ചിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? மரித்து போன குழந்தைக்காக ஏன் ஜெபிக்க வேண்டும் என்று எல்லாரும் சிந்திக்கிறார்கள். പക്ഷെ എന്റെ അപ്പൻ ഒരൊറ്റ കാര്യമാണ് നിലവിളിച്ച് പറയുന്നത്. ஆனா எங்க அப்பா அழுது கொண்டு சொல்லுகிற ஒரே ஒரு வார்த்தை, മരിച്ചെന്നറിഞ്ഞാൽ നാട്ടുകാർ ഞങ്ങളെ കത്തിക്കും. ஆண்டவரே, இந்த குழந்தை செத்து விட்டான் என்று ஊர் ஜனம் தெரிந்தால் ஊரார் எங்கள் வீடை தீ வைப்பார்களே. അവർ ഒരിക്കലും യേശുവിനെ വിശ്വസിക്കുകയില്ല. அந்த ஜனங்கள் பின்ன ஒரு நாளும் இயேசுவை விசுவாசிக்க மாட்டாங்க. ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ തിരിച്ചു തരണം. தேவமே, நான் வாஞ்சிக்கிறது ஒன்றே ஒன்று, உம்முடைய நாம மகிமைக்காக இந்த ஜனங்கள் விசுவாசிக்கும்படியாக இந்த குழந்தைக்கு உயிரை தருவீராக. എന്നെ കുളിപ്പിച്ച് ശവപ്പെട്ടിയിൽ കിടത്തി കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയപ്പോൾ അവസാന ഉമ്മകൾ തരാനായിട്ട് എല്ലാവരും ഉമ്മ തന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പയുടെ പെങ്ങൾ വന്ന് എൻ്റെ താടിയിൽ അമർത്തി എനിക്ക് ഉമ്മ തന്നപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റു. நான் குளிப்பாட்ட வைத்து சவப்பட்டியில வைத்து எல்லாம் முடிந்த இறுதியாக கேரளா கலாச்சாரத்துல இறுதி முத்தம் கொடுப்பாங்க. எல்லாரும் மாறி மாறி கொடுத்துட்டு அப்பாவுடைய சகோதரி என்னுடைய தாவடியை மாற்றி முத்தம் கொடுத்தப்போ நான் உணர ஆரம்பித்தேன். ഹല്ലേലൂയ. ஹல்லேலூயா. എൻ്റെ അച്ഛൻ എൻ്റെ പെങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് വീണ്ടും ഓടി. என் தகப்பனுடைய சகோதரி சொன்னாங்க, இந்த குழந்தை சாகல என்று சொல்லி மீண்டும் என்னை மருத்துவமனைக்கு கொண்டுட்டு போனாங்க. കാരണം ആശുപത്രിക്കാരും പറഞ്ഞു, ശരിയാണല്ലോ ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ അകത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. 19 ദിവസം ഞാൻ ആശുപത്രി വീണ്ടും കിടന്നു. எப்படியாக அந்த நாளை திரும்ப கொண்டுட்டு போய் ஹாஸ்பிடல்ல மருத்துவர் சொன்னாங்க, ஆமா அந்த குழந்தை சாகல, உயிர் இருக்குது என்று சொல்லி 19 நாள் மருத்துவமனையில எனக்கு சிகிச்சை ചെയ്ത് കൊണ്ടുവരുമ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. மருத்துவமனையில திரும்பி கொண்டு வரும்போது என்கிட்ட சொன்ன ஒரு வார்த்தை, മകനെ, നീ ജീവിച്ചത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം. மகனே, நீ உயிரோடு மீண்டும் வந்தது கர்த்தருடைய നാമ മഹിമയ്ക്കാக മാറ്റിയില്ല. ഭ്രാന്തനെ പോലെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിനെ ജീവനോടെ തന്നാൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വിടാമെന്ന്. பைத்தியக்காரனை போல மரித்திருந்த உன்னை கையில வைத்துக் கொண்டு ஜெபித்தேன், நீ இந்த குழந்தையை எனக்கு மீண்டும் உயிரோடு கொடுத்தா உம்முடைய ஊழியத்திற்காக சமர்ப்பிப்பேன் என்று சொன்னார். ലോകം പറഞ്ഞു ഈ കുഞ്ഞൊരിക്കലും ജീവിക്കില്ല എന്ന്. உலகம் சொன்னது, இந்த குழந்தை மீண்டும் உயிர் பெறுவதில்லை.
என்று. പക്ഷെ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ മേടിച്ചതാണ്. ஆனால் தேவனுடைய ஊழியத்திற்காக நான் பெற்றுக்கொண்டேன் உம்மை. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വേല ചെയ്ത് ജീവിക്കണം. எனவே நீ உயிரோடு இருக்கிறீனாக்க தேவனுடைய ஊழியத்தை செய்து கொண்டு வாழ வேண்டும் என்று சொன்னாங்க. അന്ന് ഞാൻ സമർപ്പിച്ചു. அன்று நான் ஒப்பு கொடுத்தேன். ஹalleluya. ചെറുപ്പം മുതലേ കവലകളിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. சிறு வயது முதலே தெருக்களில் போய் பிரசங்கிக்க ஆரம்பித்தேன். കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുക. கர்த்தருடைய ஊழியத்தை செய்து கொண்டிருக்கிறேன். ദൈവം ഒരിക്കലും നിന്ദിച്ചില്ല. கர்த்தர் ஒருபோதும் அவமதிக்க விடல. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. நான் தேவனோடு ஜெபித்தேன். കർത്താവേ, എനിക്ക് നിന്റെ വേല ചെയ്യണമെങ്കിൽ ஆண்டவரே, உம்முடைய வேலையை நான் செய்ய வேண்டும் என்றால் എനിക്ക് പുതിയ പുതിയ ആത്മാക്കളെ തന്നുകൊണ്ടിരിക്കണം. எனக்கு புதிய புதிய ஆத்துமாக்களை தர வேண்டும். എനിക്ക് പുതിയ പുതിയ ആത്മാക്കളെ വേണം. எனக்கு புதிய புதிய விசுவாசிகள் வேண்டும். എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു ഞായറാഴ്ച പുതിയ ആളെ കണ്ടില്ലെങ്കിൽ ഭ്രാന്താ. எனக்கு அன்னைக்கு முதல் இது வரைக்கும் ஞாயிற்றுக்கிழமையில புதுதாய் சபையில புதிய ஆத்மாக்களை பார்க்கலன்னா எனக்கு பைத்தியம் பிடிச்சிடும். ഹല്ലേലൂയ. ஹalleluya. പുതിയ ആളുകൾ புதுசான விசுவாசி வரணும். ഈ സഭയിലും പുതിയ ആളുകളെ இந்த சபையில புதிய ஆத்மாக்களை கர்த்தர் தரணும். നെടുകയും കുറുകയും നടന്ന് കരയാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, മൗനമായിരിക്കരുത്. കരയുക, കരയുക. இருக்கிற நீங்கள் நம்ம எல்லாரும் தேவ சமூகத்துல அழைக்கப்பட்டது எதுக்குனாங்க? தேவ சமூகத்துல அழுது நம்மை நாமளே மடக்கி ஒடுக்கி ஜெபிக்க தெரிந்து கொள்ளப்பட்டது. നെറ്റിയിട്ടിരിക്കുന്ന മുദ്ര സാധാരണ മുദ്രയല്ല. எனவே நெற்றியில இருக்கிறதான ஒரு முத்திரை சாதாரண ஒரு முத்திரை அல்ல. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ തന്നിരിക്കുന്ന മുദ്രയാണ്. அது அழிந்து கொண்டிருக்கிற விசுவாசிகளுக்காக ஜெபிக்கத்தக்க கர்த்தர் கொடுத்திருக்கிற ஒரு அடையாளமான முத்திரை. നിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും വിഷയങ്ങളാണല്ലോ, ഞാൻ ആദ്യം എന്റെ ജീവിതത്തിൽ പരിഹാരം വരുത്താൻ പോകണമെന്ന് പറഞ്ഞ് സ്വന്തം വിഷയങ്ങൾ പറഞ്ഞ് കരയാൻ നിൽക്കരുത്. எப்போதும் எனக்கே நிறைய பிரச்சனை இருக்குது, இதுக்கு நான் ஃபர்ஸ்ட் முதலாவது தீர்வு காணணும்னு சொல்லி அதையே சொல்லி சொல்லி அழுது ஜெபித்துக் கொண்டு உன் நாட்களை கழிக்காத. ഒരു ദിവദാസൻ ഒരു സഭയിൽ ചാർജ് എടുക്കാൻ വന്നു. ஒரு தேவ ஊழியர் ஒரு சபைக்கு ஊழியத்துடைய அழைப்பை ஏற்றுக்கொண்டு அப்பாயின்மெண்ட் வந்தாங்க. സഭ വലിയ സഭയാണെന്ന് വിചാരിച്ചു. ஒரு பெரிய சபை என்று நினைத்தார். പക്ഷെ വന്നപ്പോൾ കുറച്ച് വിശ്വാസികളേ ഉള്ളൂ. ஆனா வந்தப்போ கொஞ்சம் விசுவாசிகள் தான் இருந்தாங்க. അവിടെ കിട്ടുന്ന ശമ്പളം അദ്ദേഹത്തിന് തികഞ്ഞില്ല. அங்க கொடுக்கிற சம்பளம் அவருக்கு பத்தல. വിശ്വാസികളുടെ അടുക്കൽ പോയിട്ട് തന്റെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. விசுவாசிகளிடத்துல போய் தன்னுடைய பிரச்சனைகளை சொல்ல ஆரம்பித்தார். ആ വിശ്വാസികൾ ഒത്തിരി പ്രശ്നമുള്ളവരാണ്. அந்த விசுவாசிகளோ இதை விட பெரிய பிரச்சனைகள் உள்ள அனுபவத்துல இருக்கிறாங்க. വിശ്വാസി പാസ്റ്റർ വെച്ചിരിക്കുന്നത് പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി തരും എന്ന് വിചാരിച്ചിട്ടാണ്. விசுவாசிகள் இந்த ஊழியக்காரை அழைத்தது இவர் நம்மளுடைய பிரச்சனைகளுக்கு ஏதாவது ஒரு மாற்றத்தை ஏற்படுத்துவார் என்று சொல்லி அவங்க அழைத்தார். ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്നാണ് വിശ്വാസി വിശ്വസിക്കുന്നത്. இந்த ஊழியர் ஜெபித்தால் தங்களுடைய பிரச்சனைகளுக்கு மாற்றம் வரும், விடுதலை வரும் என்று விசுவாசிகள் நம்பினாங்க. പക്ഷെ ദൈവദാസൻ തന്റെ പ്രശ്നമായിട്ട് വിശ്വാസിയുടെ അടുക്കൽ പോവുക. ஆனா ஊழியக்காரரோ தன்னுடைய பிரச்சனையை பெரியதாய் மற்ற விசுவாசிகிட்ட சொல்லி சொல்லி அதை விளக்கிக்க விட்டார். കർത്താവിന്റെ പേരിൽ ഞാൻ എങ്ങനെ ചെയ്യും? எப்படி நான் தேவனுடைய வேலையை செய்வேன்? കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? என் பிள்ளைகளை எப்படி நான் படிக்க வைப்பேன்? വലിയ ചർച്ച എന്ന് പറഞ്ഞാണല്ലോ വന്നത്. நான் பெரிய சபை என்று நினைத்துதானே வந்தேன். അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ இப்படி சொல்லி கொண்டிருந்தப்போ വിശ്വാസികൾ പറയുകയാണ്, விசுவாசிகள் சொன்னாங்க, പാസ്റ്റർ, സ്വന്തം കഷ്ടവും പ്രയാസവും ഒക്കെ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തരത്തിലും പരിഹാരം വരില്ല. நீங்க உங்க சொந்த காரியங்களையே எண்ணிக்கொண்டு பேசிக்கொண்டிருந்தாக்க ஒரு ரீதியிலும் உங்களுக்கு மாற்றம் வராது. ഞങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? எங்களுடைய பிரச்சனைகளை ஏற்றுக்கொண்டு அதற்காக ஜெபிக்க முடியுமோ? അങ്ങനെയെങ്കിൽ அப்படி என்றால் ഞങ്ങളുടെ പരിഹാരവും നടക്കും, எங்களுடைய தேவைகளும் நடைபெறும், ദൈവദാസന്റെ പരിഹാരവും നടക്കും. உங்களுடைய தேவைகளும் நடைபெறும். ഒരു കൊച്ചു പറഞ്ഞു, ஒரு பிள்ளை சிறு பிள்ளை சொன்னால், എനിക്ക് ജോലി വേണം, எனக்கு வேலை வேணும். പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? பாஸ்டர் ஜெபிப்பீங்களா? പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. தேவ ஊழியர் நான் ஜெபிக்கிறேன். കുടുംബജീവിതം തകർന്നവൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബജീവിതം ശരിയാകാൻ പ്രാർത്ഥിക്കാമോ? குடும்ப பிரச்சனைகள் இருக்கிறவங்க சொன்னாங்க, எங்க குடும்ப ஆசீர்வாதத்துக்காக ஜெபிங்கன்னு சொன்னாங்க. അതെ, പദോന്നതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസി ആവശ്യപ്പെട്ടു. தங்களுடைய தேவைகள் நிறைவேறும்படியாக ஜெபிக்க விசுவாசி கேட்டுக்கொண்டாங்க. വിശ്വാസികളുടെ വിഷയങ്ങൾ പാസ്റ്ററുടെ വന്നു. இப்படி ஒன்றாக விசுவாசிகளுடைய பிரச்சனைகள் தேவ ஊழியர்கள் പാസ്റ്ററുടെ ചുറ്റും വിശ്വാസികളുടെ പ്രശ്നങ്ങളാണ്. பாஸ்டருக்கு பார்க்கும்போது அவரை சுற்றி எல்லா விசுவாசிகளுடைய பிரச்சனை. പാസ്റ്റർ സ്വന്തം പ്രശ്നം മറന്നു. பாஸ்டர் இப்படி எல்லா பிரச்சனைகளையும் നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. எனவே தேவ ஊழியர் ஜெபிக்க ஆரம்பித்தார். ജോലിയില്ലാത്തവന് ജോലി ലഭിക്കാൻ തുടങ്ങി. வேலை இல்லாதவங்களுக்கு வேலை கிடைத்தது. അവൻ പദോന്നതി കിട്ടാൻ തുടങ്ങി. அவங்களுக்கு நன்மை கிடைத்தது. കുടുംബജീവിതം അവൻ ശരിയാകാൻ തുടങ്ങി. குடும்ப பிரச்சனைகள் மாறி சந்தோஷம் உண்டானது. സഭ രൂപാന്തരപ്പെടാൻ തുടങ്ങി. சபைக்குள்ள மறுரூபமானது.
പാസ്റ്ററുടെ വരുമാനം മെച്ചപ്പെടാൻ തുടങ്ങി. இப்படியாக இறுதியாக பாஸ்டருடைய வருமானமும் உயர ஆரம்பித்தது. ഹല്ലേലൂയ. ஹalleluya. ഞാൻ എൻ്റെ സഭയിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ആദ്യം തീരുമാനിച്ചത്, കർത്താവേ, എനിക്ക് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. நான் இந்த ஊழியத்துல தீர்மானித்தது, என் சபையில எனக்கு ஒரு குடும்பம் இருக்கிறாங்கன்னா அவங்க 1000 ரூபாய்க்கு மேல பெருமையா 1000 രൂപ ആണ് ആ ഒരു കുടുംബത്തിന്റെ എനിക്ക് കിട്ടാൻ പോകുന്ന നന്മ. நான் நினைக்கிறேன், ஒரு குடும்பம் எனக்கு இருந்தா அவங்க மூலமா எனக்கு 1000 ரூபாய் நன்மை கிடைக்கும் என்று நான் எதிர்பார்த்தேன். ഓക്കെ, 2 കുടുംബം ഉണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? 2 குடும்பம் இருந்தால் எத்தனை ஆயிரம்? 2000. 2000. 10 കുടുംബം ഉണ്ടെങ്കിലോ? 10 குடும்பம் இருந்தா പറ, 10 കുടുംബം ഉണ്ടെങ്കിൽ 10000. എനിക്ക് 1 ലക്ഷം വേണം. എത്ര വേണം വിശ്വാസി? 100 കുടുംബം. അപ്പം പ്രസ്ഥാനത്തോട് വിശ്വാസികളോട് ആവശ്യപ്പെടാതെ 100 കുടുംബത്തെ നേടിയാൽ 1 ലക്ഷം ഉറപ്പാണ്. விசுவாசிகிட்ட எதிர்பார்க்காம, ஸ்தாபனத்தை எதிர்பார்க்காம, ஆண்டவர்கிட்ட 100 குடும்பம் வேணும்னு சொல்லி நீங்க ஜெபித்தீங்கன்னாக்க கொடுக்கிற விசுவாசியில ஆண்டவர் கொடுப்பாரு. எந்த ஒரு கஷ்டமும் இல்லை. Praise the Lord. ஹalleluya. അങ്ങനെ എന്റെ പ്രശ്നത്തിന് പരിഹാരം. இப்படிதான் என்னுடைய பிரச்சனைகளுடைய ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, എനിക്ക് 2 ലക്ഷം വേണം. எனக்கு 2 ലക്ഷം വേണം நான் கேட்பேன். അപ്പൊ എത്ര കുടുംബം വേണം? எத்தனை குடும்பம் வேணும்? അപ്പൊ മെഗാ ചർച്ച ആയോ? மெகா பெரிய சர்ச் ஆயிடும். അപ്പൊ മെഗാ ചർച്ച ആകണമെങ്കിൽ നാം ദൈവസന്നിധി പ്രാർത്ഥിക്കണം. மெகா சபையாய் மாற வேண்டும் என்றால் ദൈവദാസന്മാർ തന്റെ പ്രശ്നം മറക്കണം. தேவ ஊழியர்கள் தங்களுடைய பிரச்சனைகளை மறக்கணும். അന്ന് നാം കാവൽക്കാരാണ്. நாம் இந்த தேசத்திற்கு சபைக்கு காவல்காரர். നാം ആരാണ് പ്രിയപ്പെട്ടവരെ? நாம் யார் தேவ பிள்ளைகளே? ദേശത്തിന്റെ കാവൽ. தேசத்துடைய காவலாளிகள். മറ്റുള്ളവർ നശിച്ചു പോകുന്നതിന്റെ അവന് ഓരോ ഉത്തരവാദിത്വം നമ്മുടെ മേലാണ്. நமக்கு தெரிந்த மற்றவர்கள் இயேசு இல்லாமல் அழிந்து போகும்போது அதனுடைய முழு பொறுப்பும் நீங்களும் நானும் ஆயிருக்கிறோம். വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം வெளிப்படுத்து Revelation 7th chapter അതിലെ 3-ാമത്തെ വാക്യം. 3வது வசனம். നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. 4 ദൂതന്മാർ ഭൂമിയുടെ 4 വശത്ത് നിൽക്കുകയാണ്. 4 தூதர்கள் பூமியுடைய 4 திசைகளிலும் நிற்கிறார்கள். അവരുടെ കയ്യിലുള്ള ആ കാറ്റ് നശിപ്പിക്കുവാൻ കഴിവുള്ള കാറ്റാണ്. அவர்களுடைய கையில் இருக்கிற அந்த காற்று தேசத்தை முற்றிலும் அழிக்கத்தக்கதான வல்லமை உள்ளது. ദേശത്തെ അവൻ പുനഃക്രമീകരിക്കാൻ വേണ്ടി ദൂതന്മാർ തന്റെ കയ്യിൽ വശം വലിയൊരു കാറ്റ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. இப்படியாக தேசத்தை அழிக்கும்படி தங்களுடைய கரங்களில ஒரு காற்றை கூட தூதர் நிற்கிறார்கள். കാറ്റ് അടുപ്പിച്ചാൽ ദേശം നശിക്കും. காற்று வீசினால் தேசம் அழிக்கப்படும். പക്ഷെ ദൈവം പറഞ്ഞു, தேவன் சொல்கிறார், ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നെറ്റിയിൽ മുദ്ര വെക്കുന്നിടത്തോളം ഒരു തരത്തിലും നശിപ്പിക്കും. நான் தெரிந்து கொள்ளப்பட்டிருக்கிற ஜனங்களுடைய ஜெபிக்கிற தூதருடைய மனுஷனுடைய நெற்றியில முத்திரை வர வரைக்கும் ஒரு நாசமும் வராது. ഹല്ലേലൂയ. ஹalleluya. വിശ്വസിക്കുന്നുണ്ടോ? நீங்க விசுவாசிக்கிறீங்களா? ഇന്ന് ഇവിടെ ആരാധിക്കുന്നവരുടെ നെറ്റിയിൽ ആ മുദ്രയില്ലെങ്കിൽ ദൈവം പറയുന്നു, നിന്റെ നെറ്റിയിൽ ഞാനൊരു മുദ്ര തരാം. இங்க ஆராதிக்கிற உங்களுடைய என்னுடைய நெற்றிகள்ல தேவன் விரும்புகிறார், எனக்காக என் சமூகத்துல ஜெபிக்கிற நெற்றிகள்ல நான் ஒரு அடையாளத்தை வைக்க. പരിശുദ്ധാത്മാവാകുന്ന മുദ്ര, பரிசுத்த ஆவி என்ற ஒரு முத்திரை, തേജസ്സിന്റെ മുദ്ര, மகிமையின் முத்திரை, യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര, இயேசுவின் இரத்தத்தினுடைய முத்திரை നെറ്റിയിൽ ദൈവം പതിക്കാൻ പോകുകയാണ്. நெற்றியில் இயேசு பதிக்க போகிறார். നീ ഇത് നെറ്റിയിൽ പതിക്കുന്നത് വരെ ഈ ലോകത്തിൽ വലിയ പ്രതികൂലം വരില്ല. இந்த நம்முடைய நெற்றியில முத்திரை பதிக்கிற வரைக்கும் உலகத்துல எந்த ஒரு எதிர்ப்பும் வராது. തിരഞ്ഞെടുക്കപ്പെട്ടവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ தெரிந்தெடுக்கப்பட்டவர்களை கர்த்தர் தெரிந்தெடுத்து விட்டார். ലോകത്തിൽ വലിയ പ്രയാസങ്ങൾ വരാൻ പോകും. உலகத்துல ஒரு பெரிய ஒரு போராட்டம் வரப்போகுது. ഇന്ന് നെറ്റിയിൽ ഉള്ള മുദ്ര പലപ്പോഴും പലരും മായ്ക്കുകയാണ്. இன்னைக்கு நெற்றியில இருக்கிற முத்திரைகளை அநேகர் அதை அழித்து கொண்டிருக்கிறார். ലോകം അവരോട് പറയുന്നു, ഈ മുദ്രയെക്കാട്ടിലും വലുതാണ് ലോകം. ஏனென்றால் ஜெபிக்கிற விசுவாசிக்கிற கர்த்தர் போட்ட அடையாளமாகிய முத்திரை ஆவியை விட உலகத்தில் இருக்கிற நன்மைகள் பெரியது என்று உலகம் காண்பிக்கிறதுனால இந்த அடையாளத்தை ലോകം അതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈ മുദ്രയെക്കാട്ടിലും വലുതാണ് ലോകം. உலகம் சொல்லுகிறது, உனக்குள்ள இருக்கிற ஜெப முத்திரை விட உலகம் பெரியது. ഈ ലോകത്തിൽ കിട്ടുന്ന ജോലിയാണ് ഏറ്റവും വലുത്. நீ ஜெபிக்கிறதை விட உலகத்திலுள்ள வேலை பெரியது. ഈ ലോകത്തിലുള്ള നന്മയാണ് വലുത് എന്ന് ലോകം വിളിച്ചു പറയും. விசுவாச அடையாளத்தை விட உலக நன்மை பெரியது என்று உலகம் சவால் விட்டு நம்மை വീണ്ടെടുക്കപ്പെട്ടവരെ, தேவ ரத்தத்தினால வீണ്ടെடுக்கப்பட்ட ലോകത്തോട് നമ്മൾ തിരിച്ചു പറയണം, பாவத்துக்கும் உலகத்துக்கும் நான் திரும்பி சொல்லணும், ദൈവത്തിന് മുദ്രയാണ് എനിക്ക്. நான் தேவ முத்திரை பெற்றவன்.
ഈ ലോകത്തിലുള്ളതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെടും. ஏனென்றால் உலகத்துல உள்ள எல்லாம் ஒரு நாள் அழிந்து എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഞാൻ വീണ്ടെടുക്കപ്പെടും. நீ எல்லாவற்றையும் இழந்து நிற்கும் போது நீ மீட்டெடுக்கப்படுவாய். ഈ ലോകം നഷ്ടപ്പെടുമ്പോൾ ഞാൻ വീണ്ടെടുക്കും. இந்த உலகம் அழியும் போது நான் மீண்டும் உயிர் பெறுவேன். അതിനു വേണ്ടി മുദ്രയിടപ്പെട്ടവരാണ്. அதற்காக முத்திரையிடப்பட்டவர்கள். ஹalleluya. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം Revelation 9th chapter 14-ാമത്തെ വാക്യം. 4th verse 9:4. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. ഒരു പ്രാവശ്യം കൂടെ വായിക്കണം. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. സ്തോത്രം. ആർക്കാണ് കേട് വരാതിരിക്കേണ്ടത്? யாருக்கு தீங்கு வராது? മുദ്രയുള്ളവരെ കേട് വരില്ല. Those who have seal on their forehead, முத்திரை உள்ளவர்களுக்கு மாத்திரம். മുദ്രയുള്ളവരെ കേട് വരില്ല. முத்திரை பெற்றவனுக்கு தீங்கு அணுகாது. ലോകം നമ്മെ തകർക്കാൻ നോക്കിയാലും നാം തകരില്ല. உலகம் நம்மை அழிக்க முயற்சித்தாலும் நீ அழிக்கப்பட மாட்டாய். മലകളെ പോലെ പ്രതികൂല ജീവിതത്തിൽ വന്നാലും നാം തകരില്ല. மலைகளை போல எதிர்ப்புகள் வாழ்க்கைக்கு நேராக வந்தாலும் நீ அழிந்து കാരണം ദൈവത്തിന്റെ മുദ്രയാണ് നമ്മിൽ പതിഞ്ഞിരിക്കുന്നത്. ஏனென்றால் தேவனுடைய முத்திரை உன் நெற்றியில் போடப்பட்டிருக்கிறது. യേശുവിന്റെ നാമമാകുന്ന മുദ്ര. இயேசு என்ற நாமம் அந்த முத்திரை. ഹല്ലേലൂയ. ஹalleluya. എല്ലാവരും ഒരു നിമിഷം എഴുന്നേൽക്കാം. எல்லாரும் தேவ சமூகத்தில் நிற்போம். ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. நாம் ஜெபிக்க போகிறோம். ആ മുദ്ര എനിക്ക് വേണം. அந்த முத்திரை எனக்கு வேண்டும் அப்பா. 22-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. 22-ാം അധികാരം 4-ാം വചനം. Revelation 22 verse 4. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. அவருடைய நாமம் அவர்களுடைய நெற்றியில் இருக்கும். അത്രേ ഉള്ളൂ. அவருடைய ஊழியக்காரர் அவரை சேவித்து அவருடைய சமூகத்தை தரிசிப்பார்கள். അതെ, ഇന്ന് ദൈവത്തിന്റെ നാമം നമ്മുടെ നെറ്റിയിലുണ്ട്. கர்த்தருடைய நாமம் நம்முடைய நெற்றியில் இருக்கிறது. ആ ദൈവദാസൻ ആ ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ പോവുകയാണ്. அந்த தேவ பிள்ளைகள் ஜெபிக்கிறவர்கள் தேவனுடைய மகிமையை காண போகிறார்கள். ഇന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നു? ഞാൻ ഇന്ന് ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എത്ര പേർ വിരുമ്പുகிறீங்க? நான் தேவனுடைய மகிமையை பார்க்க போறேன். എന്റെ മുകളിൽ എനിക്കൊരു മുദ്ര, ദൈവത്തിന്റെ മുദ്ര ആവശ്യമാണ്. என் மேல என் நெற்றியில கர்த்தரால் அங்கீகரிக்கப்பட்ட ஒரு முத்திரை ലോകത്തിന്റെ മുദ്ര അഴിയട്ടെ. உலகம் கொடுத்திருக்கிற முத்திரை அடையாளம் அழிவதாக. യേശുവിന്റെ മുദ്ര എന്നിൽ പതിയട്ടെ. இயேசு என்ற முத்திரையினால் நான் தரிப்பிக்கப்படுவனாக. ലോകത്തെ നോക്കുമ്പോൾ நான் உலகத்தை பார்க்கும்போது ഈ ലോകമാണ് വലുതെന്ന് തോന്നും. உலகம் பெரிதென்று ஒரு காணப்படலாம். அந்த ലോകത്തെ ഉണ്ടാക്കിയവനാണ് ഏറ്റവും വലുത്. ஆனால் அந்த உலகத்தை சிருஷ்டித்த தேவன் பெரியவர். ഈ ലോകത്തിന്റെ സൃഷ്ടിയെ കാണുമ്പോൾ സൃഷ്ടിയാണ് വലുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. உலக படைப்பை பார்க்கும்போது இது பெரியதென்று ஒரு சிந்தனை வரலாம். സൃഷ്ടിയെ ഉണ്ടാക്കിയ സൃഷ്ടിതാവാണ് ഏറ്റവും വലുത്. ஆனால் இவைகளை படைத்தவற்றை காட்டிலும் படைத்தவர் பெரியவர். അത് കർത്താവേ, ஆமென். വലിയവനാകുന്ന യേശുവിന്റെ നാമം എന്റെ നെറ്റിയിൽ കടന്നു വരട്ടെ. பெரிய தேவனாகிய இயேசு என்ற முத்திரையை நெற்றி வருவதாக. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ വലിയ വ്യാപാരത്തോടുകൂടെ അവൻ ഈ സഭയിൽ കടന്നു വരികയാണ്. தேவாவினுடைய வல்லமை வேக வல்லமையாக உங்கள் மேல ஊற்றப்பட போகிறது. നിന്റെ തലമേൽ പുതിയ മുദ്രയും പുതിയ പദവിയും ദൈവം തരാൻ പോവുകയാണ്. உன் நெற்றியில பெரிய முத்திரையும் பதவியும் அடையாளத்தையும் தேவன் தர போகிறார். അവൻ വലിയ മതിലുകളെ ചാടിക്കടക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി ഇന്ന് കാലം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. മലയെ പോലെ എതിർപ്പുകളെ താണ്ടി ഓടത്തക്കതാണ് വല്ലമയെ ദൈവം നിനക്ക് തരുന്നത്. സമുദ്രം പോലെ തോന്നുമാറാകുന്ന മുങ്ങിക്കളിയുമാറാകുന്ന ശക്തിയുടെ മേൽ അവൻ നിനക്ക് ഒരു ജയം തരാൻ പോവുകയാണ്. கடலை போல பெரிய ஆழமான படுகொலியில் இருந்து விடுவிக்கத்தக்கதான ஒரு பாதுகாப்பான முத்திரை தேவன் தருகிறார். കാടുകളെ കത്തിക്കുന്ന തീ പോലെ അവൻ നിന്റെ ജീവിതത്തിന് വിരോധമായി വന്നതായ തീയെ കടത്തി കളയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് കാലത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്. நெருப்பு போல உன்னை சுற்றியிருக்க வந்த தீயாய் சாம்பலாய் ஆக்குதான அந்த வல்லமையை இயேசு இந்த காலங்களில் மாற்றுகிறார். നിന്നെ തുളച്ച് കളയത്തക്ക രീതിയിൽ മരണത്തിന്റെ അവൻ പാതാളത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വന്നപ്പോൾ യേശുവിന്റെ മുദ്ര പറയുകയാണ്, ഞാൻ നിന്നെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. மரணத்தின் பாதாளத்தின் முத்திரை உனக்கு நேராக வந்தபோது அதை இயேசு மாற்றி உன்னை ஒரு நித்திய ஜீவனுக்கு நேராக கொண்டு செல்கிறார். ലോകത്തിന് നിന്നെ തൊടുവാൻ കഴിയില്ല. உலகத்தினால் உன்னை தொட முடியாது. ലോകത്തിന് നിന്നെ തൊടുവാൻ കഴിയില്ല. உலகத்தினால் உன்னை சேதப்படுத்த முடியாது. ലോകത്തിനെ തകർക്കാൻ കഴിയില്ല. உலகம் உன்னை அழிக்க முடியாது. ദൈവാത്മാവ് പറയുന്നു,
பரிசுத்தாவியானவர் சொல்கிறார், ഞാൻ നിന്റെ മേലൊരു മുദ്രയിട്ട് நான் உன் மேல ஒரு முத்திரை வைத்திருக்கிறேன். അവൻ നീ എനിക്കുള്ളവനാണ്, நீ எனக்குள்ளவன், നീ എനിക്കുള്ളവനാണ്, எனக்குள்ளவൻ, നീ എനിക്കുള്ളവനാണ്, you are mine. നീ സ്വർഗ്ഗത്തിലുള്ളവനാണ്. பரலோகத்துக்குரியவன். ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. பரிசுத்தாவியானவர் ഈ സഭയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സകലി വ്യാപരിക്കട്ടെ. അവൻ പരിശുദ്ധാത്മാവിന്റെ സകലി വ്യാപരിക്കട്ടെ. തകർന്നു പോകും, ഇല്ലാതെ പോകും എന്നൊക്കെ വിചാരിച്ച് വ്യാപരിക്കവൻ ചിന്തിച്ച് വ്യാകുലപ്പെട്ടതായ സാഹചര്യത്തിൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ഇന്ന് പകൽക്കാലം പണിത് അവൻ എനിക്ക് വേണ്ടി പ്രയോജനമുള്ള ഒരു ആയുധമാക്കി നിന്നെ മാറ്റുവാൻ പോവുകയാണ്. നിന്റെ പേരിൽ ഞാൻ ഒരു പുതിയ മുദ്ര വെക്കാൻ പോവുകയാണ്. ஒரு பெரிய முத்திரை வைக்க போகிறேன். ഇത് തകർക്കാൻ ആർക്കും കഴിയില്ല. யாரால் அழிக்க முடியும்? നീ ക്ഷീണിച്ചു പോകാനിടയാകില്ല. நீ சோர்ந்து போக மாட்டாய். അവനെ തകർന്നു പോകാനിടയാകില്ല. நீ அழிக்கப்பட மாட்டாய். നീ പണിയപ്പെടുന്നവനാണ്. கட்டப்படுவாய். അത് മറ്റുള്ളവരുടെ ജീവിതത്തെ പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. தேவன் உன் வாழ்க்கையை கட்டவுடைய தேர்ந்தெடுக்கிறார். ലോകത്തിന്റെ ശക്തികൾ ഇന്ന് അഴിയുകയാണ്. உலகத்திலுள்ள வல்லமையை அழிக்கப்பட ലോകത്തിന്റെ ശക്തി ഇപ്പോൾ അഴിയുകയാണ്. வானத்திலுள்ள எல்லா வல்லமையை கர்த்தர் அழிக்கிறார். ഭാരപ്പെടുത്തുന്ന സഭ വിഷയങ്ങൾ ഇപ്പോൾ അഴിയുകയാണ്. நீ சோர்ந்து போயிருக்கிற எல்லா ஒரு பிரயாசங்களை கர்த்தர் மாற்றுகிறார். നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ശക്തി പരാജയപ്പെടുകയാണ്. இதை இல்லாம மாற்றுகிற எல்லா வல்லமையும் യേശുവിന്റെ മുദ്ര, இயேசுவின் முத்திரை ഇന്ന് നിന്റെ വ്യക്തിമേൽ, നിന്റെ കുടുംബത്തിന്മേൽ, உன் குடும்பத்தின் மேல், അവൻ നിന്റെ ജീവിതത്തിലെ സകല പാതാവുകളിലും உன் வாழ்க்கையில் உள்ள எல்லா பாவங்களும் തരാൻ പോകുകയാണ്. இயேசு மாற்ற போகிறார். എന്നെ ജയിപ്പിക്കുന്ന കർത്താവ്, உன்னை വെച്ചിപ്പെടുത്തുന്ന യേശു, യേശുവിന്റെ സകലം നൽകി തരുന്ന ദൈവം, உனக்கு எல்லாவற்றையும் നൽകുന്ന യേശു, எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, என்னாலே உன் சித்தம் போல் நடத்தி செல்லும் ஐயா. எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, என்னாலே உன் சித்தம் போல் நடத்தி செல்லும் ஐயா. ஓ ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, 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 பரிசுத்த ஆவியானவரே, ஓ எங்களுக்குள்ளே வாசம் செய்யும் என்னாலே சித்தம் போல் நடத்தி செல்லுமையா. எங்களுக்குள்ளே வாசம் செய்யும் சித்தம் போல் நடத்தி செல்லுமையா. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, 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 பரிசுத்த ஆவியானவரே, அல்லேலூயா. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, 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 பரிசுத்த ஆவியானவரே. For the last time, ஆவியானவரே, ஆவியானவரே, thank you Lord, thank you Lord. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே. Hallelujah, hallelujah, hallelujah. Thank you Lord. நல்ல தெய்வ மகிமைக்காக, சுகப்படுத்துகிற மகிமைக்காக, வெட்டுகிற தெய்வ பிரசவத்திற்காக. Lord, thank you Lord. Hallelujah, hallelujah. Thank you Jesus. கட்டப்படுகிற மகிமைக்காக, சமாதானத்துக்காக நாங்கள் அழைக்கப்பட்டிருக்கிறதற்காக, ஜெபிக்கிறதற்காக அழைக்கப்பட்டிருக்கிறதற்காக, நீர் தந்திருக்கிற வல்லமையான முத்திரைக்காக. Hallelujah, 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 hallelujah. நாம் அப்படியாய் தேவ சமூகத்துல தொடர்ந்து நின்று ஜெபிக்க போகிறோம். Please be seated. உங்களை எல்லாரையும் ஆசீர்வதித்து பாஸ்டர் ஆண்டி முன்பாக வந்து நம்மை ஆசீர்வதித்து ஜெபிக்கும்படி
പാസ്റ്ററിന് മുമ്പാകെ വന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പടി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ വിശുദ്ധ ദിവസത്തിൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു നിന്നെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തി അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് എന്റെ ദൈവത്തിന്റെ നന്മകള് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവം ഞങ്ങൾക്ക് നല്ല സൗഭാഗ്യത്തിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ആയുസ്സും ആരോഗ്യവും ബലവും ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയിൽ കടന്നു വരുവാന്, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവജനങ്ങളോട് ഒരുമിച്ച്, ദൈവദാസനോടും കുടുംബത്തോട് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാന് നീ അവിടുന്ന് കൃപ നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ സഭയുടെ അതിരുകളെ വിസ്താരമാക്കണമേ. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും ഇടിവെതിർപ്പാനുള്ള ദൈവകൃപ നീ അവിടുന്ന് പകരുമാറാകണമേ. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇവിടെയുള്ള ഓരോ ദൈവജനത്തെയും സമർപ്പിക്കുന്നു. ദേശത്തിന്റെ കാവൽക്കാരായി ഞങ്ങളെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പലകാലം ഒരു സമർപ്പണത്തോടെ, ഒരു നിർണയത്തോടെ ഇവിടുന്ന് കടന്നു പോകുവാൻ ദൈവോടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും ദൈവോടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് പലകാലം കടന്നു വന്നത് ഒരു വലിയ വിടുതലിനും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളെ അറിയുന്ന ദൈവം ഇന്ന് പലകാലം ദൈവത്തിന്റെ കരം നീട്ടി പൂർണ്ണ വിടുതലും സൗഖ്യവും ബലവും ആരോഗ്യവും ദൈവം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവവിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കൾ കടന്നു വരുവാന് ഈ സഭയെ ദൈവം മാനിക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ആമേൻ. അവരുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. ആമേ. പുതിയ കർത്താവിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്ന് പലകാലം ഈ സഭയിൽ ഞങ്ങൾ കടന്നു വരുവാൻ ദൈവോടുന്ന് കൃപ നൽകിയല്ലോ നാഥ. ഒരു വലിയ അനുഗ്രഹത്തിന് നന്മയ്ക്കും കാരണമാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവീയ കൃപകൾ, അനുഗ്രഹം ഞങ്ങളുടെ മേൽ നൽകി തന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ദൈവസഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്താൽ ഈ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. கர்த்தர் ஸ்தோத்திரிப்போம். தொடர்ந்து நம்முடைய சாட்சி நேரம், அதுக்கு முன்பாக சில்ட்ரன் முன்பாக வந்து கற்றுக்கொண்ட வாசனங்கள், பாடல்களை சொல்லுவாங்க. அதுக்கு பிறகு சாட்சி நேரம். ಕತ್ತಲೆಯ ಸಮ
ಸಮಯದಿ ತಂದೆಯಾಗಿರು, ಕಣ್ಣೀರಿನ ಸಮಯದಿ ತಾಯಿಯಾಗಿರು, ಸಾಲದ ಸಮಯದಿ ತಂದೆಯಾಗಿರು, ನನ್ನತ್ತಿರವಿರು. ಓ ಯೇಸುವೇ, ನಾನಿನ್ನನ್ನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. Don't be envious about wicked people. They don't have any future. There is no forward for them. Proverbs 24 verse 19 and 20. For those who exalt themselves will be humble, and for those who humble themselves will be exalted. Matthew 23 verse 12. Okay, நம்ம பிள்ளைகளுக்காக ஜெபிக்கலாம். We pray here. நமக்கு கிட்ஸ் கிளப்புடைய ஆனிவர்சரி எல்லாம் நடைபெற்று கொண்டிருக்கிறது. அதற்காக கர்த்தர் அதையும் சிறப்பாக ஆசீர்வதித்து வழிநடத்தும்படியாக வாக்குத்த இந்த பிள்ளைகளுடைய வீடுகளுக்கெல்லாம் போன சண்டே மார்த்தாக்கா, ராணி, ஹேமந்த் பிரதர், ஷெர்லி மற்றும் இதர கிட்ஸ் சில்ட்ரன் அவங்களுடைய வீடுகளுக்கு ஒரு சில வீடுகளுக்கு போனோம். இன்னைக்கும் வரும் நாட்களிலும் இந்த ஊழியர்கள் தொடர்ந்து நடைபெற கர்த்தர் ஆசீர்வதிப்படியாக ஜெபிக்கலாம். மற்றும் அந்த 21st நெக்ஸ்ட் சண்டே ஈவினிங் நமக்கு இங்கே நடைபெறுகிறதான அந்த ஆனிவர்சரிக்காகவும் ஜெபிப்போம். இன்னைக்கும் ஷாலோம் வர்ஷிப் சென்டர்ல பிள்ளைங்களுக்கு எக்ஸாம், சண்டே ஸ்கூல் எக்ஸாம் நடந்து கொண்டிருக்கிறது. ஸ்டேட் லெவல், சென்ட்ரல் லெவல், லோக்கல் லெவல் எக்ஸாமினேஷன் அவங்களுக்கு அநேகம் இருக்கிறது. பிள்ளைகளை ஆசீர்வதித்து ஜெபிப்போம். இந்த மினிஸ்ட்ரி நல்ல ரீதியில் நடைபெறணும். கேசி மார்டின் பிரான்சிஸ்காக, தெரசாமோட பேர பிள்ளைகளுக்காக மற்றும் வயலட் ஆண்டியுடைய பேர பிள்ளைகளுக்காக, எங்களுடைய பிள்ளைகளுக்காக, எலிசபெத் ஆண்டியுடைய பேரனுக்காக, நம்முடைய மற்ற சிப்ளிங்ஸ், நெஃப்யூ நீஸ்காக ஜெபிப்போம். ஷெலின் சிஸ்டருடைய அக்காவுடைய பையனுக்காக போன வாரத்தில் ஜெபிக்க கேட்டுக்கொண்டாங்க. கர்த்தர் அந்த தம்பிக்கு சுகம் தந்திருக்கிறார். இன்னும் நல்ல பரிபூர்ண சுகத்தோடு அந்த தம்பியும் சிறந்து விளங்கும்படியாக அந்த பிள்ளைகளை நாம் தேவசனத்தில் ஒப்பு கொடுத்து எல்லாரும் ஜெபிக்கிற நேரத்தில் மே ரெக்வெஸ்ட் Elizabeth, please lead us in prayer. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ കർത്തൃദാസന്റെ സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് അടികൾ കടന്നു വരുന്ന കർത്താവേ. ഹല്ലേലൂയ. അവർ പഠിച്ച വചനം പറയുവാനും പാടുവാനും ഒക്കെ കർത്താവർക്ക് കൃപ ചെയ്തത് ഓർത്ത് സ്തോത്രം. പിന്നെയും കർത്താവരെ അനുഗ്രഹിക്കണമേ. ആത്മീയമായി വളരുവാനും എഴുതപ്പെടുവാനും സഹായിക്കണം. അവരുടേതായ സ്കൂൾ പഠന കാര്യത്തിലും എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൺഡേ സ്കൂളിലെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ എക്സാമുകളെല്ലാം കർത്താവരെ സഹായിക്കണം. പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ഓർമ്മശക്തി എല്ലാവർക്കും കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിശേഷാല കർത്താവേ. ഹല്ലേലൂയ. 21st നടക്കേണ്ട കിഡ്സ് ക്ലബിന്റെ പ്രോഗ്രാം ഒക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അനേകർക്ക് അത് പ്രയോജനമായി തീരുവാൻ കർത്താവെ, കുഞ്ഞുങ്ങളുടെ പേരൻസ് ഒക്കെ കടന്നു വരുമ്പോൾ അവർ സത്യദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യത്തെ കൊടുത്തവരെ സഹായിക്കണം കർത്താവെ. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തിയോട് കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊള്ളണം. അതുപോലെ കർത്താവെ, ഹല്ലേലൂയ, ഈ സീസണിലെ കർത്താവെ അനേക കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുവാനും അവരോട് സുശേഷത്തെ അറിയിക്കുവാനും ഈ സീസണിലെ കർത്താവിനെ കുറിച്ച് പലരോട് പറയുവാനും ഒക്കെ കർത്താവ് അടികൾക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു പോകാനിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് എല്ലാവിധത്തിലും എല്ലാം നന്നായി ചന്തോചിതമായി കർത്താവ് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിടത്തൊരു എതിർപ്പോ പ്രയാസം ഒന്നും നേരിടാതെ കർത്താവ് എല്ലാ വിധത്തിലും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാടികളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ കുടുംബത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭജന സംസാരിച്ചിട്ടും കടന്നുപോയ ദേവദാസനെ കുടുംബത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവടികൾക്ക് ഓരോ കാര്യത്തിനും ആലോചന പറഞ്ഞു തന്നെ ദയത്തോടെ നടത്തണമേ. പ്രാർത്ഥന കേട്ടോടുന്നു തരണമേ. രക്ഷകന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിച്ചു കൊള്ളുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവേ ആശീർവാദം. Please be seated. Thank you. സാക്ഷി ജപകുഞ്ഞിന്റെ നേരം. Prayer point and a testimony. Please take the time. கடந்த மாதமெல்லாம் கணிப்பு கருமணி போல பாதுகாத்து வியாதிகள், வேதனைகள், கஷ்டங்கள் வந்தால்